ഓം നമഃ ശിവായ. ശംഭോ മഹാദേവ. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷവും ഭാഗ്യവും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു വേദിയാണ്. ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഗ്രന്ഥം മഹാശിവപുരാണം പാരായണം ചെയ്യുന്ന സ്ഥലത്ത് എത്താനും അല്പസമയം സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും കാണാനും ഒരു അവസരം ഉണ്ടാക്കി തന്ന ഗുരുവായൂരപ്പന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് മഹാദേവന്റെ ആജ്ഞപ്രകാരം എന്നെ ഈ യജ്ഞവേദിയിലേക്ക് ക്ഷണിച്ച ഏറ്റവും ബഹുമാനരായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, ഭഗവാന്റെ അക്ഷരസ്വരൂപത്തിലുള്ള ഈ ഗ്രന്ഥം അതിൻ്റെ തനിമയോടുകൂടി മൂല്യം ഒട്ടും തന്നെ ചോർന്നു പോകാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ബഹുമാനനായിട്ടുള്ള യജ്ഞാചാര്യൻ തിരുമേനിക്കുള്ള സാഷ്ടാംഗ നമസ്കാരം ഈ വേദിയിൽ വെച്ച് നടത്തുന്നു. ഒപ്പം അദ്ദേഹത്തോടൊപ്പമുള്ള സഹാചാര്യന്മാർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒപ്പം ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ, ആത്യന്തികമായി നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഇവിടെ ഈ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ദിവസങ്ങളിലും ഇനി ശേഷിക്കുന്ന ദിവസങ്ങളിലും ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടുള്ള മഹാശിവപുരാണം എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പൊതുവിൽ ഒരു ധാരണ ഉള്ളത് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ പുരാണ കഥനത്തിന് ഇന്ന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ്. കുറെയൊക്കെ നമുക്ക് നമ്മുടെ ഒരു തിരിച്ചറിവ് വന്നൊരു സമയമാണ്. പക്ഷെ എല്ലായിടങ്ങളിലും പൊതുവിൽ കാണുന്നൊരു രീതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഭാഗത്തേക്ക്, വടക്ക് ഭാഗത്തേക്ക്, മലബാറിലേക്കൊക്കെ പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഒറ്റ പുരാണം മാത്രമേ അറിയുള്ളൂ. ഇത് ശ്രീമദ് ഭാഗവതാണ്. ഭാഗവത്തിനുള്ളൊരു അക്സെപ്റ്റൻസ്, ഭാഗവത്തിനുള്ളൊരു സ്വീകാര്യത ഉള്ളതുകൊണ്ടാണ് പിന്നെ ഗുരുവായൂരപ്പനുമായിട്ടുള്ള എല്ലാവരുടെയും വളരെയധികം ഒരു അടുപ്പം. അതുകൊണ്ട് പുരാണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതം എന്ന് മാത്രം പറയാവുന്ന തരത്തിലേക്ക് നമ്മളൊന്ന് ചുരുങ്ങിപ്പോയി. പിന്നെ സജ്ജനങ്ങളുടെ ഒരു ശ്രമഫലം കൊണ്ട് നമുക്കൊരു മാസമുണ്ട്, രാമായണ മാസം. ആ മാസം ഉള്ളത് കൊണ്ട് രാമായണം. ഇത് രണ്ടുമാണ് പൊതുവിൽ പുരാണങ്ങളായിട്ട് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. വലിയ സന്തോഷമുള്ളത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ശിവപുരാണം ഉണ്ട്. ഇനി അടുത്ത ദിവസം സംസാരിക്കാനുള്ളത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. അത് കഴിഞ്ഞ് നവംബർ 17-ാം തീയതി ഗരുഡപുരാണം നടക്കുന്ന ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു ഭാഗ്യം വരുന്നു. നിരവധിയായിട്ടുള്ള പുരാണങ്ങൾ, 18 പുരാണങ്ങൾ നമുക്കുണ്ട്. 18 പുരാണങ്ങൾ എഴുതിയ ആളാണ് വ്യാസൻ. ആ പുരാണ ഗ്രന്ഥങ്ങളെല്ലാം ആത്യന്തികമായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പുരാണ ശ്രവണ സദസ്സിലേക്കും നമ്മൾ എത്തേണ്ടതായിട്ടുള്ളത്. അത് ഭാഗവതം ആയിക്കോട്ടെ, സ്കന്ദപുരാണം ആയിക്കൊള്ളട്ടെ, ശിവപുരാണം ആയിക്കോട്ടെ, ഗരുഡപുരാണം ആയിക്കോട്ടെ, ഏത് പുരാണമാണെങ്കിലും ആ പുരാണത്തിലൂടെ ആത്യന്തികമായിട്ട് എന്താണ് പറയുന്നത് എന്നുള്ള ധാരണ നമുക്ക് വേണം. നമുക്ക് ശേഷം വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആത്യന്തികമായിട്ട് ഒരു പുരാണ ശ്രവണം കൊണ്ടുണ്ടാവേണ്ട ഗുണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധർമാർത്ഥ കാമോക്ഷങ്ങളെക്കുറിച്ചും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമെങ്കിലും ഞാൻ പൊതുവിൽ എല്ലായിടത്തും പറയാറുള്ള ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, ഓരോ ആധ്യാത്മിക സദസ്സ് തീരുമ്പോഴും, തീരുക എന്നൊരു പ്രയോഗം ഇല്ല ശരിക്കും. ഒരു യജ്ഞം കഴിഞ്ഞിട്ടല്ല അടുത്ത യജ്ഞം. യജ്ഞം ഒരു തുടർച്ചയാണ്. ഇനി അടുത്തൊരു വർഷം ഇവിടെ യജ്ഞം നടക്കുന്ന സമയത്ത് ഈ യജ്ഞം കഴിഞ്ഞിട്ടല്ല ഇത് നടക്കണത്. അത് ഇതിന്റെ ഒരു തുടർച്ചയാണ്. ഒരിക്കലും ഇത് കഴിയുക എന്ന് പറഞ്ഞൊരു രീതിയില്ല. ഇപ്പൊ ഏതായാലും ഒരു യജ്ഞം അതിന്റെ പൂർണ്ണാഹൂതി നടത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഉദ്ഘോഷിക്കുന്നത് ഈ ശ്രവണത്തിലൂടെ നാം ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ആചാര്യന്മാരും ആചാര്യകളുമായിട്ട് മാറണം എന്നുള്ളതാണ്. കേട്ടിട്ട് പോവുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ധർമ്മത്തിൽ ഇല്ല. ഞാൻ കുറച്ചു നേരം കേൾക്കാൻ പോയതാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടാരും വരേണ്ടതുമില്ല. പരിവർത്തനം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം. ആചാര്യന്മാരെയും ആചാര്യകളെയും സൃഷ്ടിക്കുന്ന യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. വെറും ഒരു കഥ പറച്ചിലോ അല്ലെങ്കിൽ ഭഗവാന്റെ കുറെ കീർത്തനങ്ങൾ ചൊല്ലുന്ന ഒരു രീതിയല്ല. തിരുമേനി ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും.
നമ്മൾ ഓരോരുത്തരും ആചാര്യന്മാരായിട്ടും ആചാര്യകളൊക്കെ ആയിട്ടും മാറേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിചാരം കുറെ ആൾക്കാർ ഇതിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്, അവർ വന്ന് ഇങ്ങനെ കഥ പറഞ്ഞോളും, അവർ വന്ന് ഇങ്ങനെ പുരാണം പറഞ്ഞോളും, നമ്മളത് പോയി കേൾക്കുക. അതല്ല, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആയിട്ട് മാറേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഗുരുവായൂരപ്പൻ കഴിഞ്ഞൊരു ദിവസം പ്രത്യക്ഷത്തിൽ അത് മനസ്സിലാക്കി തരികയും ചെയ്തു. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഈ പൊതുവിൽ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഭഗവാനോടുള്ള കുറച്ച് താല്പര്യം കൂടുതലുള്ളത് കൊണ്ട് പലയിടത്തും വിളിക്കുക ഭാഗവത സദസ്സിലാണ്. അപ്പൊ ഭഗവാന്റെ സ്വർഗാരോഹണം നടക്കണ ദിവസം, സപ്താഹത്തിന്റെ അവസാന സമയത്ത്, അപ്പൊ അവിടെ ആചാര്യൻ പറഞ്ഞു സ്വർഗാരോഹണം ഒന്ന് അനുസ്മരിക്കണം, ഭഗവാന്റെ സ്വധാമത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഒന്ന് അനുസ്മരിക്കുക. എനിക്കും നമുക്ക് എത്രയൊക്കെ ഈ മായാചിന്തകളിലും നമ്മൾ നിൽക്കരുത്, ഭഗവാന്റെ ശരീരം പോലും മായയാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഭഗവാൻ ഇവിടുന്ന് പോയി എന്ന് പറയണതൊക്കെ നമുക്ക് വലിയ വിഷമാണ്. ഗുരുവായൂരപ്പൻ ഭഗവാന്റെ അവതാരം പൂർത്തിയാക്കിയിട്ട് ഭഗവാൻ പോയ രംഗം വർണ്ണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്നും എളുപ്പമല്ല, എങ്കിൽ ആ ഒരു ഭാഗം പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിനെ അത് കൂടുതലായിട്ട് ഒന്ന് വിഷമിപ്പിക്കും. എങ്കിലും ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു രീതി വന്നു. അപ്പൊ പറഞ്ഞു ഭഗവാൻ ഈ ദ്വാരകയുടെ നാശത്തിന് ശേഷം, യാദവന്മാരുടെ നാശത്തിന് ശേഷം ആദ്യം ഭഗവാന്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ബലഭദ്രസ്വാമി ആ ആദിശേഷ സ്വരൂപത്തിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഭഗവാൻ സ്വയം വനത്തിലേക്ക് പോയി അവിടെ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന്, അല്ലെങ്കിൽ മരത്തിന്റെ പൊത്തിൽ കയറിയിരുന്ന് ഭഗവാൻ ആത്മവിചാരം ചെയ്യുന്നു. ആ സമയത്ത് ഭഗവാന്റെ ഒരു കാല് ഭഗവാൻ താഴേക്ക് തൂക്കിയിട്ടിരുന്നു. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കാൽപാദങ്ങൾ കണ്ട് നിങ്ങളെല്ലാവരും, പല ആളുകൾ എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ അലങ്കാരം കേൾക്കുന്നുണ്ടാവും. അപ്പൊ കുഞ്ഞു കാലുകളെ കുറിച്ച് പറയും ശ്രീകുമാർ തിരുമേനി. ആ ഭഗവാന്റെ കാല് കണ്ടിട്ടുള്ള ഒരു കാട്ടാളന്, ഒരു വേട്ടക്കാരന് അത് മാനിന്റെ മുഖമാണ് എന്ന് തോന്നുകയും ആ മാനിന്റെ മുഖമെന്ന് കരുതി ഭഗവാന്റെ ആ കാൽമടമ്പിലേക്ക് അദ്ദേഹം അസ്ത്രം അയക്കുകയും ചെയ്തു. ആ അസ്ത്രം ഭഗവാന്റെ കാൽമടമ്പിൽ കൊണ്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ എന്തു പറഞ്ഞു? അങ്ങനെ വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞ ഉടനെ എന്റെ പ്രഭാഷണം കേട്ടിരുന്ന 2 കുട്ടികൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ വേടൻ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. അത്രേ ഉള്ളൂ. അവർക്ക് ആ വേടനെ അറിയുള്ളൂ. ആ വേടനെ അറിയാന്ന് പറഞ്ഞത് തെറ്റല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞത് വരരുതേ. അങ്ങനെ ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി കൊണ്ടുവന്നത്. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ആത്യന്തികമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും മാറണം. ഭഗവാന്റെ കഥാപ്രചാരകരായി, ഭഗവാന്റെ മൂല്യപ്രചാരകരായി നമ്മൾ മാറേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളാണ് ഭഗവാനെ നോക്കേണ്ടത് എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നാട്ടില്. നമ്മുടെ വിചാരം ഇത്രയും നാള് ഭഗവാനാണ് നമ്മളെ നോക്കണത് എന്ന്. അങ്ങനെയല്ല, ഭഗവാനെ നോക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ആ കാലഘട്ടമാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആത്യന്തികമായിട്ട് പുരാണ ശ്രവണത്തിലേക്ക് വരുന്ന ഓരോ ശ്രോതാവിനും അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം. എന്ത്? 10 പേരെങ്കിലും എനിക്കും ഈ ധർമ്മത്തിന്റെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ യജ്ഞം കൊണ്ട് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് യജ്ഞം വിജയമാവുന്നത്. അപ്പോഴാണ് യജ്ഞം സാർത്ഥകമാവുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഊണ് വളരെ ഭംഗിയായി, പാട്ട് ഭംഗിയായി, അലങ്കാരങ്ങൾ ഭംഗിയായി, അതുകൊണ്ട് യജ്ഞം വിജയിച്ചു എന്ന് ചോദിച്ചാൽ വിജയിച്ചു. പക്ഷെ അതിന്റെ പൂർണ്ണതോതിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും ആരൊക്കെയായിട്ട് മാറണം? ആചാര്യന്മാരും ആചാര്യകളുമായിട്ട് മാറണം. വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ഈ പുരാണ തത്വം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ് ഈ പുരാണ തത്വം എന്ന് പറയുന്നത്? 18 പുരാണങ്ങൾ നമുക്കുണ്ട് അല്ലെ? ബ്രഹ്മാണ്ഡ പുരാണം തൊട്ട് ശ്രീമദ് ഭാഗവതം വരെ 18 പുരാണങ്ങൾ നമുക്കുണ്ട്. അതിൽ ഭാഗവതം പറയുന്ന സമയത്ത് പറയും ഭാഗവതാണ് ഏറ്റവും കേമം. ശിവപുരാണം പറയുമ്പോൾ നമ്മൾ പറയും ശിവപുരാണം വളരെ മഹത്തായിട്ടുള്ള ഒരു പുരാണമാണ്. 18 പുരാണങ്ങളിൽ 10 മഹാദേവനെ കുറിച്ചാണ്, അതുകൊണ്ട് ശിവനാണ് കേമം. സ്കന്ദപുരാണം പറയുമ്പോൾ അവിടെ പറയും, ബ്രഹ്മാണ്ഡ പുരാണം പറയുമ്പോൾ ദേവിയെ കുറിച്ച് പറയും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഈ 18 പുരാണങ്ങൾ ആത്യന്തികമായിട്ട് വ്യാസൻ രചിച്ചത്? അതിൽ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പൊതുവിൽ പറയും, എല്ലാ പുരാണങ്ങളും എഴുതിയിട്ടും വ്യാസമഹർഷിക്ക് മനസ്സിനൊരു സംതൃപ്തി തോന്നിയില്ല. ആ സമയത്ത് നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ശ്രീമദ് ഭാഗവത് എഴുതി. എന്തായാലും എല്ലാ പുരാണങ്ങളും എഴുതിയിട്ടുള്ളത് ഒറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാ? ആത്യന്തികമായിട്ട് അറിവ് നൽകുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഉദ്ദേശം. ആ അറിവിനെയാണ്
ധർമ്മം വേദം എന്ന ശബ്ദം കൊണ്ട് ഉദ്ഘോഷിക്കുന്നത്. വേദതത്വമാണ് പുരാണങ്ങളിലൂടെ ഉദ്ഘോഷിക്കപ്പെടുന്നത്. നമുക്ക് വേദം എന്താന്ന് തന്നെ നമ്മുടെ വിചാരം വേദം എന്ന് പറയുന്നത് ഈ ഋക്ക് സാമം ഈ 4 എണ്ണാണെന്നാണ്. വേദത്തിന് ആത്യന്തികമായിട്ടുള്ള അർത്ഥം അറിവാണ്, ബ്രഹ്മവിദ്യ. ആ അറിവിനെയാണ് വ്യാസൻ 4 എണ്ണാക്കി വിഭജിച്ചത്. അതുകൊണ്ട് വിഭജിച്ചത് കൊണ്ട് വ്യാസൻ. അറിവ് ഒന്നേ ഉള്ളൂ. ആ അറിവിനെ 4 വിഭാഗങ്ങളാക്കി അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന്റെ 4 ശിഷ്യന്മാരെ അത് പ്രചരിപ്പിക്കാനായിട്ട് അയച്ചു. ഒരാൾ ബാക്കി വന്നു, രോമാർഷ. അദ്ദേഹത്തിനാണ് പുരാണങ്ങൾ കൊടുത്തത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വേദതത്വം തന്നെയാണ് പുരാണത്തിലുള്ളത്. അറിവാണ്, ആത്യന്തികമായിട്ടുള്ള അറിവ്. പൊതുവിൽ പറഞ്ഞു കേൾക്കാറുണ്ട്, വേദം എന്ന് പറയുന്നത് പ്രഭു സംഹിതകളാണ്, അനുശാസന രീതിയിലുള്ള വേദവാക്യങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒരു പ്രഭു കൽപ്പിക്കുന്നത് പോലെ പറയും. ഉപനിഷത്തുകളിലേക്ക് വരുന്ന സമയത്ത് അത് സുഹൃത്ത് സംഹിതകളായി. ഈ വേദം തന്നെ ഒന്ന് ലൈറ്റാക്കി, എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഡോസ് കൂടിയത് പറ്റില്ല, ഒന്ന് ഇങ്ങനെ കുറച്ചു. എന്നാ അതിന്റെ എസൻസ് ഉണ്ടോ? എസൻസ് ഉണ്ട്. ഇപ്പൊ ഭാഗവതത്തിന്റെ എസൻസ് ഉണ്ട്, നാരായണീയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേദം തന്നെയാണ് ഉപനിഷത്ത്, അതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്തു. അതുകൊണ്ട് അതിനെ സുഹൃത്ത് സംഹിതകളാക്കി പറയുന്നു. ഒരു സുഹൃത്ത് പറയുന്നു, അതുപോലെ പറഞ്ഞു തരും. പ്രഭു പറയുന്നത് പോലെ വേദം പറഞ്ഞപ്പോ സുഹൃത്ത് പറയുന്നത് പോലെയാണ് ഉപനിഷത്തുകൾ പറഞ്ഞത്. എന്നാൽ പുരാണങ്ങളിലേക്കും കാവ്യങ്ങളിലേക്കും വന്നപ്പോഴോ അത് കാന്താ സംഹിതകളായി. ഭാര്യ ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് എന്ന രീതിയിൽ പറയും. ഏതാ പെട്ടെന്ന് മനസ്സിലാവുക? സുഹൃത്ത് പറയുന്നതാണോ ഭാര്യ പറയുന്നതാണോ? നമ്മുടെ ഇഷ്ടമാണ്. ചിലർക്ക് സുഹൃത്ത് പറയുന്നതാണോ മനസ്സിലാവുക, അവർ ഉപനിഷത്ത് എടുക്കും. ചില ആൾക്കാർക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇഷ്ടം, അതിവിടെ എടുക്കും, അല്ലെ? നമുക്ക് ഏതാണോ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ പോയി ആശ്രയിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ധർമ്മമാണ് നമ്മുടേത്. ഇവിടെ ഒരൊറ്റ ഈശ്വരനെ നിങ്ങൾ ആരാധിക്കാൻ പാടുമെന്ന് ആരും പറഞ്ഞില്ല. ഏകസ്രോതസ്സായിട്ടുള്ള ബ്രഹ്മത്തിന്റെ വിവിധ രൂപങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വകർമ്മങ്ങൾക്കനുസരിച്ചും ഇപ്പോഴുള്ള നിങ്ങളുടെ വിചാരങ്ങൾക്കനുസരിച്ചും ധർമാർത്ഥ കാമോക്ഷങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഏത് ആശ്രയിക്കാമോ അത് നിങ്ങൾക്ക് ആശ്രയിക്കാം. ഒറ്റ ശിലയിൽ മാത്രം പടുതുയർത്തിയിട്ടുള്ള ഒന്നല്ല ഈ ധർമ്മം. ഇതിന് പല വേരുകളുണ്ട്, പല രീതികളുണ്ട്. അതുകൊണ്ട് ഏതൊരു പുരാണ ശ്രവണം നമ്മൾ കേൾക്കുമ്പോഴും ആത്യന്തികമായി വേദം തന്നെയാണ്, അറിവാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ആ അറിവുണ്ടാക്കാനുള്ള ഒരു വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയും ഇന്നത്തെ കുട്ടികളുടെ കാലഘട്ടത്തിൽ. അതാണ് ഓരോ യജ്ഞവും. 7 ദിവസത്തെ വർക്ക്ഷോപ്പാണ് ശ്രീമദ് ഭാഗവതം, 11 ദിവസത്തെ വർക്ക്ഷോപ്പാണ് ശിവപുരാണം. അങ്ങനെ മാറും, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രോസസ്സിലൂടെ, ഈ യജ്ഞത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അറിവുണ്ടാവുക എന്നുള്ളതാണ്. യജ്ഞം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിനോദോപാധി അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന പല യജ്ഞങ്ങളും വിനോദോപാധികളായിട്ട് മാറുന്നുണ്ട്. അതിന്റെ മൂല്യം ചോർന്നു പോകുന്നു. വിനോദം ഉണ്ടോ, എന്റർടൈൻമെന്റ് ഉണ്ടോ, അവിടെ വലിയ തിരക്കാണ്. ഇപ്പൊ പലയിടത്തും ഭാഗവത സപ്താഹങ്ങൾക്ക് പോണ സമയത്ത് കുചേലൻ ഇല്ലെങ്കിൽ ആ ഒരു ഭാഗവതം മോശമാണ് എന്ന് പറയാൻ തുടങ്ങി. കാരണം കുചേലൻ വരണം 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം, എന്നാലേ ഭാഗവതം കേൾക്കാവുള്ളൂ. കൃഷ്ണനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കണം, അജിതാഹരെ പദം പുറകിലും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യണം. അത് ഭക്തി ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ നല്ലത്, പക്ഷെ അതിലാണ് യജ്ഞം ഇരിക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ പാടില്ല. കാഴ്ചകളല്ല ധർമ്മം അനുശാസിക്കുന്നത്, മൂല്യമാണ്. ഭാഗവതം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഭാഗവതത്തെ കുറിച്ച് കേൾക്കാൻ അധികാരപ്പെടുന്ന ഒരു പക്ഷിയെ കുറിച്ച് പറയും, ഹംസാണ്, പരമഹംസൻ എന്ന് പറയും. ഭാഗവതം മനസ്സിലാക്കിയ ആളെ, വള്ളിയൂർ തിരുമേനിയുടെ നാടാണ്. ഭാഗവത ഹംസം എന്നാ വിളിക്കുക. എന്താ ഹംസത്തിന്റെ പ്രത്യേകമായിട്ട് പറയുന്നത്? പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചെടുക്കാനും വെള്ളം അവിടെ തന്നെ നിക്ഷേപിച്ചും പോവാനുള്ള മെന്റാലിറ്റി, ആ മാനസികാവസ്ഥ ഉള്ള ആൾക്കാരാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്നാണ് ഭാഗവതം തന്നെ പറയുന്നത്. എന്ത് കേൾക്കുമ്പോഴും അപ്പാടെ വിഴുങ്ങുന്നവർക്കുള്ളതല്ല ഭാഗവതം. ഭാഗവതം മാത്രമല്ല, ഒരു പുരാണം. ഇപ്പൊ ഇവിടെ ഭഗവാന്റെ നീലകണ്ഠ അവതാരം അല്ലെങ്കിൽ ഭഗവാൻ നീലകണ്ഠനായിട്ട് മാറിയിട്ടുള്ള പാലാഴി മഥനം കഥ പറയുന്ന സമയത്ത് മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന് പറയുന്ന സർപ്പത്തെ കയറാക്കി ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും
അങ്ങോട്ടും ഇങ്ങോട്ടും പാലാഴി കടഞ്ഞു. അതിൽ നിന്ന് വന്ന നല്ല വസ്തുക്കളൊക്കെ എല്ലാവരും പരസ്പരം പങ്കിട്ടെടുത്തു. കാളകൂട്ടം ലാഹലം വന്ന സമയത്ത് ആർക്കും വേണ്ടാന്ന് തോന്നി. ലോകത്തെ മുഴുവൻ അത് സംസാരിക്കാൻ തോന്നിയ സമയത്ത് ഭഗവാൻ സ്വയം അത് സേവിച്ച് നീലകണ്ഠനായിട്ട് മാറി. ഇത് കഥയായിട്ട് മാത്രം കേൾക്കുമ്പോഴാണ് നമ്മൾ പാലും വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നത്. ഭഗവാൻ ഈ കാർത്യായനി വ്രതം നോച്ചിരിക്കുന്ന ഗോപികമാരുടെ വസ്ത്രങ്ങൾ അവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി തൂക്കിയിട്ട് പുല്ലാങ്കുഴൽ വായിച്ചു. നിങ്ങൾ കയറി വന്നാൽ തരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ചിരിയോ ഒരു തമാശയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ഇത്രയും നാളും പാലും വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഭാഗവതം പറഞ്ഞത് പാലും വെള്ളം കുടിക്കാനല്ല, പാലും മാത്രം കുടിക്കാനാണ്. പിന്നെ എന്തിനാ വെള്ളം മിക്സ് ചെയ്തേ? എല്ലാവർക്കും മനസ്സിലാവില്ല, എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല. വിവേചന ബുദ്ധി ഉള്ളവൻ കേട്ടാൽ മതി. ഇത് ഇത്രേ ഉള്ളൂ. വലിയ തിരക്കുണ്ടാവും എല്ലാ സപ്തവേദികളിലും പ്രഭാഷണ വേദികളിലും. അതുകൊണ്ട് അവിടെ വന്ന ആളുകളൊക്കെ തന്നെ എന്തിനാ വന്നേ? ഞാൻ കഥ കേൾക്കാൻ വന്നതാ. കഥ കഴിഞ്ഞാൽ തീർന്നു. കഴിഞ്ഞ ദിവസം ഒരു വൈകുന്നേരം ഒരു അമ്മ, പരിയാനം പറ്റ പാലക്കാടുള്ള ഒരു അമ്പലമാണ്, 90 വയസ്സ് 95 വയസ്സിട്ട് തോന്നുന്നു അമ്മയ്ക്ക്. ഏറ്റവും ഫ്രണ്ടിലായിരുന്നിരുന്നത്. അപ്പൊ എനിക്കും വലിയ സന്തോഷം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളും, എന്ന് വെച്ചാൽ പെൺകുട്ടികളല്ലേ, അങ്ങനെ കരുതരുതേ, ഈ കുട്ടികൾ, വരുന്ന തലമുറയിലുള്ള കുട്ടികളും ഒപ്പം തന്നെ പ്രായമായ ആളുകളും വന്ന് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. അവരോട് സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഈ അമ്മ അത്രയധികം വയ്യ അമ്മയ്ക്ക്. അമ്മ പക്ഷേ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നൊക്കെ ഉണ്ട്. അപ്പൊ പ്രഭാഷണം കഴിഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ വന്നല്ലോ, എനിക്ക് വളരെയധികം സന്തോഷമായി അമ്മ വന്നതിൽ. ഇത്രയും അവശനായിട്ടുള്ള നിലയിലും അമ്മ പ്രഭാഷണം കേൾക്കാൻ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞത് 6:30 കഴിഞ്ഞാൽ വീട്ടിൽ നല്ല കൊതു വന്നത്. ഇവിടെ ആവുമ്പോ ഫാൻ ഉണ്ട്, ഇവിടെ അങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല. അങ്ങനെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് കിട്ടേണ്ടത് എടുക്കണം. ഓരോ ദിവസവും യജ്ഞത്തിന്റെ ദീപാരാധന കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ സ്വയം ചിന്തനം ചെയ്യുക. ഇന്നേ ദിവസം ഞാൻ എന്ത് പഠിച്ചു, എന്ത് കേട്ടു എന്നല്ല, എന്ത് പഠിച്ചു. പഠിക്കാനുള്ള സ്ഥലമാണ് യജ്ഞവേദി, കേൾക്കാനുള്ള സ്ഥലം മാത്രമല്ല. കേൾക്കലിലൂടെ നടക്കേണ്ടത് പഠനമാവണം, അല്ലാണ്ട് എന്റർടൈൻമെന്റ് ആവരുത്. ഭഗവാന്റെ കഥ ഇങ്ങനെ കേൾക്കുക എന്ത് സുഖമാണ്. എന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സപ്താഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇന്നലെ എന്ത് രസമായിരുന്നു, അവിടെ കഥ പറയാൻ ആളുണ്ടായിരുന്നു. കഥ പറയാനല്ല അവരൊന്നും വന്നിട്ടുള്ളത്. കഥയിലൂടെ ആ ഭക്തി ഉണ്ടാവണം, അല്ലെ? ഒരു കഥ കേൾക്കുന്നത് എന്തിനാ? ഭഗവാന്റെ ഭക്തി ഉണ്ടാവാനാ. അപ്പൊ ശിവപുരാണം കേൾക്കുമ്പോൾ, കഥ പറയുമ്പോൾ ആ കഥയിലൂടെ ഭഗവാൻ ഒരു ഭക്തി, ഭഗവാനോടൊരു ഭക്തി നമുക്ക് ഉണ്ടാവും, അല്ലെ? ആ ഭക്തി എന്താക്കിയിട്ട് ഉയർത്തണം? ജ്ഞാനമാക്കിയിട്ട് ഉയർത്തണം, അറിവാക്കിയിട്ട് ഉയർത്തണം. ഞാൻ വലിയ ഭക്തനാണ് എന്ന് പറയാനുള്ള ഒരു അവകാശം നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നാം പരമമായിട്ടുള്ള ജ്ഞാനത്തെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പോഴേ പറയാൻ പറ്റൂ ഞാൻ ഭക്തനാണ്. കാരണം ഭക്തിയിലൂടെ ഉണ്ടാവേണ്ടത് എന്താണ്? ജ്ഞാനമാണ്. ആ ജ്ഞാനവും നിൽക്കുന്നില്ല, ജ്ഞാനവും കഴിഞ്ഞു പോകണം. എങ്ങോട്ട്? വൈരാഗ്യം. നമ്മൾ പറയുന്ന വൈരാഗ്യമല്ലേ, ഗോപാലേട്ടന് സുമതിയോടത്തോടുള്ള വൈരാഗ്യം, ആ വൈരാഗ്യമല്ലേ. ഇത് എല്ലാത്തിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ്, എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് പരമമായിട്ടുള്ള സത്യത്തെ അറിയാനുള്ള യാത്രയിലേക്കുള്ള ആ വഴിയാണ് വൈരാഗ്യം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ഇത് മൂന്നും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭാഗവതത്തിന്റെയും ഏതൊരു കഥാശ്രവണത്തിന്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 3ാമത്തെ തവണ ശിവപുരാണം, പലതവണ ഇവിടെ ഭാഗവതം നടന്നു, അല്ലെ? നമ്മുടെ നാടിനൊരു മാറ്റം ഉണ്ടാവണം ഓരോ യജ്ഞം കഴിയുമ്പോഴും. എന്ത് മാറ്റം? ആധ്യാത്മികമായിട്ടുള്ള മാറ്റം. ക്ഷേത്രത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവും, തീർച്ചയാണ്. നമ്മൾ ഒരുപാട് ക്ഷേത്രത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ടൊരു മാറ്റം കൂടെ ഉണ്ടാവും. ആ ആധ്യാത്മികമായിട്ടുള്ള മാറ്റം നടത്തുക എന്നുള്ളതാണ് യജ്ഞത്തിന്റെ പരമമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം. ഇവിടെ അത് കാലങ്ങളായിട്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സദസ്സ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇനി എന്ത് ചെയ്യുക? വരുന്ന തലമുറയിലുള്ളവർക്ക് അത് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ നാളെ കേൾക്കും, നാളെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭഗവാൻ പാശുപത വ്രതം എടുത്തതിനെ കുറിച്ച് പറയും ശിവപുരാണത്തിൽ. ആര്? ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണൻ. പാശുപത വ്രതം ഇത്ര കാലം എനിക്ക് ഓർമ്മയില്ല. ഒരു കൂവളത്തില മാത്രം കഴിച്ച് ഇത്ര സമയം വ്രതം എടുക്കണം. എന്തിന്? സാമ്പൻ എന്ന് പറയുന്ന മകൻ ഭഗവാൻ അങ്ങനെയാണ് ജനിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള കൃഷ്ണൻ മഹാദേവനെയും ശ്രീപാർവതിയെയും വ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തി ഒരു വരം ചോദിക്കുന്നു. എന്ത്? ഭഗവാനെ, എനിക്ക് നല്ലൊരു മകനെ വേണം. നാളത്തെ കഥാഗമനം ആ ഒരു ഭാഗം കേൾക്കുന്ന ആൾക്കാർക്ക് സൽസന്താന ലബ്ധി ഉണ്ടാവുക. നല്ലൊരു മക്കളെ കിട്ടാൻ ഏറ്റവും നല്ല ഒരു ശ്രവണ ഭാഗമാണ് പാശുപത വ്രതം. ഇവിടെ പറയും ഭഗവാൻ അതെടുത്തു.
ഭഗവാൻ അത് ഒരു മഹർഷിയോട് ഉപദേശമായിട്ട് ചോദിച്ച് അദ്ദേഹമാണ് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണിത് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ആ ഭഗവാൻ ഈ സാമ്പൻ എന്ന് പറയുന്ന മകൻ ജനിക്കാനുള്ള വരാണ് ഭഗവാൻ കൊടുക്കുന്നത്. എന്തുകൊണ്ടാ നോക്കൂ, മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയോടൊപ്പം വ്രതം എടുത്തിട്ടാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതെന്ന് ശിവപുരാണം പറയുന്നു. അങ്ങനെ ഒരു ഭഗവാൻ വ്രതം എടുത്ത് മഹാദേവനെയും ശ്രീപാർവതി ദേവിയെയും പ്രത്യക്ഷപ്പെടുത്തി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുട്ടി ഉണ്ടായി. അതുകൊണ്ട് അമ്മയോട് കൂടി വന്ന് മഹാദേവൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ആ കുട്ടിക്ക് സാ അമ്പൻ, അമ്മയോട് കൂടി ഭഗവാൻ വന്നുകൊണ്ടാണ് സാമ്പൻ എന്ന് പേരിട്ടത്. സാമ്പൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അമ്മയോട് കൂടി വന്ന് അനുഗ്രഹിച്ചു, നല്ലൊരു മകൻ ഉണ്ടാവട്ടെ. നോക്കൂ, നിങ്ങളിത് ഇങ്ങനെ കേൾക്കുമ്പോ ഭഗവാൻ ഒരു ഉണ്ണി ഉണ്ടായി സന്തോഷമുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഈ സാമ്പൻ എന്ന് പറയുന്ന മകനെ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ഗുരുവായൂർ പോകുന്ന ആൾക്കാരാണ് എല്ലാവരും എന്ന് കരുതുന്നു. പൊതുവിൽ ഗുരുവായൂർ അമ്പലം ഉണ്ടാവാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാരണം സാമ്പനാണ്. ആര്? ഈ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ ഉണ്ണിയാണ്. എങ്ങനെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അല്ലെ? സാമ്പൻ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ കുട്ടിയായിട്ട് പോലും കൂട്ടുകെട്ട് മാറിപ്പോയി, ശീലങ്ങൾ മാറിപ്പോയി, മദ്യപാനം, ലഹരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സപ്തർഷികൾ കാണാൻ വന്ന സമയത്ത് അവരോട് പോയിട്ട് ഗർഭിണിയായിട്ടുള്ളൊരു യുവതിയുടെ വേഷം കെട്ടി വയറൊക്കെ കുറെ എന്തൊക്കെയോ തുണിയൊക്കെ വെച്ച് വീർപ്പിച്ച് അവരോട് പോയി ചോദിച്ചു, യാദവന്മാരെല്ലാവരും കൂടെ, ഈ കുട്ടി ആണായിരിക്കോ പെൺകുട്ടിയായിരിക്കോ? ഇവള് പ്രസവിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ? അവരാ ജ്ഞാനികളായതുകൊണ്ട് അവർ ശപിച്ചു നമ്മൾ പറയും. എന്തുകൊണ്ടാണ് ശപിക്കുന്നത്? നോക്കൂ, ഭഗവാന്റെ കുട്ടിയായിട്ട് പോലും ആ ഉത്തരവാദിത്വം കാണിക്കുന്നതാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പൂർണ്ണാവതാരമായിട്ടുള്ള കൃഷ്ണന്റെ മകനായിട്ട് പോലും ഇങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് ശപിച്ചത്. ഈ ശാപം എപ്പോഴും വരുന്നത് തിരുത്താനുള്ള ശ്രമമാണ്, അല്ലാണ്ട് ഇവൻ ശപിച്ചങ്ങോട്ട് നശിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് ആരും സജ്ജനങ്ങൾ ശപിക്കാറില്ല. എല്ലാ ശാപത്തിനും പുറകിൽ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവും. അവിടെയാണ് സാമ്പനോട് പറയുന്നത്, ഇത് ആണും ആയിരിക്കില്ല പെണ്ണും ആയിരിക്കില്ല, പകരം ഇരുമ്പൊലൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഇരുമ്പൊലൊക്കെ കൊണ്ട് ഭഗവാന്റെ അടുത്ത് പോകുന്നു, അത് രാഗി പൊടിച്ച് കടലിൽ കലക്കാൻ പറയുന്നു, ഒരു കഷ്ണം മാത്രം ബാക്കിയാവുന്നു. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആത്യന്തികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? യാദവ കുലം നശിക്കുന്നു. അത് വെച്ചുണ്ടാവുന്ന പുല്ലുകൾ വെച്ച് വെട്ടിയിട്ടാണ് പരസ്പരം യാദവന്മാര് മരിക്കുന്നത് അല്ലെ? ഒരു കഷ്ണം മാത്രം എത്ര രാഗി പൊടിച്ചിട്ടും അത് പോയില്ല അല്ലെ, അതിന്റെ ആ ഭാഗം തേഞ്ഞു പോയില്ല. അതൊരു മത്സ്യം വിഴുങ്ങി, അത് ആ മത്സ്യ കച്ചവടക്കാരന് കിട്ടി, അതൊരു ആയുധ വ്യാപാരിക്ക് വിറ്റ് അതുകൊണ്ടൊരു അസ്ത്രം ഉണ്ടാക്കിയിട്ടാണ് വേടൻ ഭഗവാന്റെ കാലിലേക്ക് അമ്പയക്കുന്നത്. അപ്പൊ നോക്കൂ, ഒരു കുടുംബത്തിന്റെ നാശം തുടങ്ങിയത് എവിടുന്ന? യാദവന്മാരുടെ നാശം തുടങ്ങിയത് എവിടുന്ന? സാമ്പനിൽ നിന്നാണ് അല്ലെ? ഭഗവാൻ എന്തിനാ പ്രാർത്ഥിച്ചേ? അപ്പോ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ, ഭഗവാനെ എന്റെ കുടുംബം മുടിക്കാൻ ഒരു മകനെ തരണേ? സാധിക്കുമോ? സംഹാരത്തിന്റെ മൂർത്തിയായിട്ടുള്ള മഹാദേവനെ പ്രത്യക്ഷീകരിച്ചിട്ടാണ് തന്റെ കുലം ശ്രീകൃഷ്ണ പരമാത്മാവ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയുള്ള മകനെയാണ് വേണ്ടത്? സംഹരിക്കാനുള്ള മകനെയാണ് വേണ്ടത്. അതുകൊണ്ട് ശിവൻ ആ യാദവ വംശത്തെ നശിപ്പിക്കാൻ, ആ സംഹരിച്ച് അടുത്ത ഒരു അവസ്ഥയിലേക്ക്, നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം വായിക്കുന്ന ആൾക്കാരാണ് അല്ലെ, പഞ്ചകൃത്യ പരായണ അങ്ങനെ വിളിക്കാറുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. അപ്പൊ സംഹാരത്തിൽ നിന്ന് മറ്റു ഭാഗത്തേക്ക് ഭഗവാന്റെ തന്നെ കുലത്തെ നയിക്കാനുള്ള ചുമതലയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? സാമ്പനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാനാ 12 ദിവസമോ ഒരു വർഷക്കാലത്തെ വ്രതം എടുത്തത്. ഒരു ദിവസം ഒരു കൂവളത്തല മാത്രം കഴിച്ച് ഭാര്യയും ഭർത്താവും വ്രതം നോറ്റു. നാളെ നിങ്ങൾ കേൾക്കൂ ഈ കഥ. ഇത് കേൾക്കുമ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബം മുടിക്കാൻ ഒരു കുട്ടി ഉണ്ടാവാനല്ല ഭാഷവത പറഞ്ഞു. അങ്ങനെ കരുതരുത്. അങ്ങനെ കരുതുമ്പോൾ നമ്മൾ പാലും വെള്ളം കുടിക്കുക. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ഉദ്ദേശത്തെയാണ് ഭഗവാൻ സാക്ഷാത്കരിച്ചു തരുന്നത്. നമ്മുടെ ഉള്ളിൽ എന്ത് ഉദ്ദേശം കരുതിയിട്ടാണോ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ആ ഉദ്ദേശത്തിലേക്കാണ് ഭഗവാൻ നമ്മളെ കൊണ്ട് തന്നെ നയിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടിക്ക്, നോക്കൂ, ഇതൊക്കെ പറയുന്നത് ഇനിയിപ്പോ മോശമാണ് എന്ന് കരുതുകയാണെങ്കിൽ ഐ ഡോണ്ട് കെയർ, ഇത് പറയാന്നുള്ളതാണ് എന്റെ ധർമ്മം. ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് ഈ ധർമ്മത്തിലുള്ള ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് കഴിയേണ്ടത് എന്നുള്ളത് ഇത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അറിവായിട്ട് മാറുന്ന ഭക്തി. അതല്ലാതെ ഹണിമൂൺ പ്രഗ്നൻസി അല്ല. കൃത്യമായിട്ടുള്ള വ്രതങ്ങളോടുകൂടി ആ മാനസികാവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്.
ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ. അത് അറഗൻസിന്റെ, അത് ഹിംസയുടെ ഒക്കെ ആയിട്ട് മാറുമ്പോഴാണ് ഈ തരത്തിലുള്ള പലതരത്തിലുള്ള സാത്വികമല്ലാത്ത ആഹാരം കഴിച്ച് തോന്നുംപടി ജീവിച്ച് തോന്നുംപടി കടന്നുറങ്ങി തോന്നുംപടി പുത്രോത്പാദനം നടത്തുന്ന കുട്ടികളാണ് ഇന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് എന്തെങ്കിലും സന്ദർഭം കിട്ടുമ്പോൾ ഒരാളുടെ തല കടിച്ച് കൊല്ലാലോ എന്ന് വിചാരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ തമ്മിൽ തല്ലി ഒരു കുട്ടി മരിച്ചു. നമ്മുടെ മെന്റാലിറ്റി, ഒരു സൃഷ്ടി നടത്തുമ്പോൾ നമ്മുടെ മെന്റാലിറ്റി എന്താവണം എന്നുകൂടി പഠിക്കണം പുരാണം കേൾക്കുമ്പോൾ. അതല്ലാതെ ഭഗവാൻ ഗുരുവായൂരപ്പന് വ്രതം നോറ്റ് കുട്ടി ഉണ്ടായി എന്ന് കരുതുകയാണെങ്കിൽ അതിനല്ലത് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലേക്ക് നമ്മുടെ ചിന്ത മാറട്ടെ. അങ്ങനെ മാറുമ്പോഴാണ് ഭക്തി ജ്ഞാനമായിട്ട് ഉതകുള്ളൂ. അപ്പോഴാണ് പുരാണത്തിൽ നിന്ന് വേദതത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മഹാദേവന്റെ കഥകൾ ഓരോന്നും കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു പാലാഴി മഥനം നടക്കണം എന്നാണ് ഞാൻ പറയുക. നമ്മുടെ ഉള്ളിൽ നടക്കണം. ഇതിൽ നിന്ന് എന്താണ് എനിക്ക് കിട്ടേണ്ടത് എന്നുള്ളത് ഒറ്റയടിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടായാൽ ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണമെന്നില്ല. പരോക്ഷപ്രിയ ദേവഹ എന്നാണ് പറയുക. എല്ലാ കാര്യങ്ങളും പരോക്ഷമായിട്ട് പറയാനാണ് ദേവന്മാർക്ക് ഇഷ്ടം. എന്തിന്? നമ്മുടെ ഒരു അധ്വാനം വേണം എല്ലാ കാര്യത്തിലും. ഇതിൽ നിന്ന് എന്തെടുക്കണം എന്നുള്ള അധ്വാനം നമ്മളാണ് എടുക്കേണ്ടത്, നമ്മുടെ തീരുമാനം. അതിനുള്ള വിശേഷ ബുദ്ധി തന്നിട്ടാണ് ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞത്, ശ്രദ്ധിക്കുന്നവനാണ് നേടുന്നത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അല്ലെ, ശ്രദ്ധിക്കുന്നവനാണ് ഭക്തി ഉണ്ടെങ്കിൽ അവനാണ് ജ്ഞാനം ലഭിക്കുന്നത്, ശ്രദ്ധയിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, ഉദ്ധരേതാത്മനാത്മാനം, നിന്റെ ഉള്ളിലുള്ള എന്നെ ഉപയോഗിച്ച് നീ ഉയർത്ത് നിന്നെ തന്നെ. അതുകൊണ്ട് പുരാണ ശ്രവണത്തിലൂടെ ഉണ്ടാവേണ്ട ആത്യന്തികമായിട്ടുള്ള ക്വാളിറ്റി ഇതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിവപുരാണമൊക്കെ തന്നെ ഇതിനൊക്കെ വിളിക്കുക പൊതുവില് അക്ഷര അവതാരം എന്നാ. ഇവിടെ കാണുന്ന ഗ്രന്ഥത്തെ മഹാദേവനായിട്ട് തന്നെ കാണുക. നിങ്ങൾ പറയാറുണ്ടല്ലോ, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, അല്ലെ? മഹാപുരാണം ആയിട്ടുള്ള ശിവപുരാണത്തിന്റെ ഗ്രന്ഥം കാണുമ്പോൾ അതിലിരിക്കുന്നത് മഹാദേവൻ തന്നെയാണ് എന്ന് തോന്നാൻ സാധിക്കണം. അക്ഷര അവതാരം എന്നാ പറയുക, അക്ഷര രൂപത്തിലുള്ള ഭഗവാൻ. ആ അവതാരത്തെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആത്യന്തികമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് മഹാദേവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിവോഹം എന്ന് പറയുന്നത്, ഞാൻ ശിവനാണ്. ശങ്കരാചാര്യസ്വാമിയുടെ ഒരു സ്തുതിയൊക്കെയുണ്ട്. അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അങ്ങ് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത്, പത്മപാദന്റെ മടിയിൽ കിടന്ന് അദ്ദേഹം കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കും, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മണ്ണല്ല, മരമല്ല, ഞാൻ ആകാശമല്ല, ഞാൻ ഈ കാണുന്ന ഭൂതങ്ങളല്ല, എല്ലാം അവശേഷിച്ചാലും അവശേഷിക്കാത്ത ശിവനാണ് ഞാൻ എന്ന് പറയാം. ഏകോവശിഷ്ട ശിവ കേവലോഹം. എല്ലാം തീർന്നാലും തീരാത്തതായിട്ട് എന്തുണ്ടോ അതാണ് ഞാൻ. അങ്ങനെ പറയാം. ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശിവനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ശിവപുരാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഭാഗവതം വെച്ചുവിട്ട് ഭഗവാന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പലയിടത്തുനിന്ന് അങ്ങനെയുള്ള അടി, അത് ദേവിയുടെ അമ്പലമാണ്, ഇവിടെ ദേവി ഭാഗവതം മാത്രമേ, അങ്ങനെയില്ല. പക്ഷെ അതാത് ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവിന് എപ്പോഴും അവിടെ ഇരിക്കുന്ന മൂർത്തിയുടെ പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതാണ് കൂടുതൽ ഉടകുന്നത്. മഹാദേവനെ കുറിച്ച് പൊതുവിൽ പറയാറുണ്ട്, പരമവൈഷ്ണവനാണെന്ന് പറയാം. നിങ്ങൾക്ക് പാട്ട് കേട്ടിട്ടുണ്ട്, പരമവൈഷ്ണവൻ. ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ ശിവൻ, ഏറ്റവും വലിയ ശിവഭക്തൻ വിഷ്ണു. അതുകൊണ്ട് ഇവിടെ ഭാഗവതം പാരായണം ചെയ്തുകൊണ്ടോ സഹസ്രനാമം ചൊല്ലിയതുകൊണ്ടോ ഭഗവാന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭഗവാന്റെ ചൈതന്യത്തെ നമുക്ക് കൂട്ടാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ പാരായണം ചെയ്യപ്പെടേണ്ടത് തീർച്ചയായിട്ടും ശിവപുരാണം തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ഭഗവാന് കേൾക്കുന്നത് ഇഷ്ടം, 2 ഭഗവാന്റെ ചൈതന്യത്തിന്റെ വർധനവ്. രണ്ടും ഇവിടെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മഹത്വം. ഒരേ സമയം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നുണ്ട്, ഭഗവാന്റെ ചൈതന്യം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും യജ്ഞങ്ങൾ വരുമ്പോൾ ആ യജ്ഞത്തിലൊക്കെ തന്നെ അക്ഷര രൂപത്തിലുള്ള ഭഗവാനാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ കൂടെ ഉണ്ടാവുന്ന ഭക്തിയെ ജ്ഞാനമാക്കി ഉയർത്തിക്കൊണ്ട്, വൈരാഗ്യമാക്കി ഉയർത്തിക്കൊണ്ട് ബ്രഹ്മതത്വത്തിലേക്ക് നടന്നു നീങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുള്ള ഒരു ശ്രമം ഇന്ന് വൈകിട്ട് നിങ്ങൾ കൂട്ടുന്ന ഭസ്മം അതിന്റെ ഒരു തുടക്കാവട്ടെ. ഈട്ട് കത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ ഈ തിന്മയുടെ തമോ ഗുണങ്ങളെ മുഴുവൻ ഭഗവാന് സമർപ്പിച്ച്, ഭഗവാൻ തമോ ഗുണത്തിന്റെ മൂർത്തിയാണ്. അതിൽ നിന്ന് അറിവിന്റെ ജ്ഞാനാഗ്നി, ഭഗവാന്റെ 3ാമത്തെ കണ്ണ്, അല്ലെ? ആ കണ്ണിനുള്ളത് തീയാണ്. ആ തീ എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? അത് അറിവാണ്.
ആത്യന്തികമായിട്ടുള്ള അറിവാണ് ഭഗവാന്റെ ഈ മൂന്നാമത്തെ കണ്ണ്. ഭഗവാനെ പല ആൾക്കാരും ഭയപ്പെടുന്നത് ഈ മൂന്നാമത്തെ കണ്ണ് തുറക്കുമല്ലോ എന്നുകൊണ്ടാണ്. ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, മൂന്നാമത്തെ കണ്ണ് അഗ്നി എന്നേ നമ്മൾ പറയുള്ളൂ. അഗ്നി മാത്രമല്ല, അത് അറിവാണ്. എന്താ പരമമായിട്ടുള്ള അറിവ്? എല്ലാവരും പറയണം ഈ ഭാഗത്തേക്ക് കോട്ടയം പത്തനംതിട്ടയ്ക്ക് വരുന്ന സമയത്ത് പരമമായിട്ടുള്ള അറിവ് എന്തെന്ന് ചോദിച്ചുമ്പോൾ എല്ലാവരും ഒറ്റ കാര്യം പറയാറുള്ളൂ. എന്ത്? തത്വമസി. എന്റെ ഉള്ളിലുള്ളതും നിങ്ങളുടെ ഉള്ളിലുള്ളതും ഒന്ന് തന്നെ. ഇതാണല്ലോ പരമമായിട്ടുള്ള അറിവ്. നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാകുന്നു. ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഏർപ്പാട് നമ്മുടെ ധർമ്മത്തിലില്ല. സ്വാമിയുടെ നാടാണ്. സ്വാമിക്ക് വാർത്തയുടെ പ്രമോഷൻ ആവശ്യമില്ല. പക്ഷെ സ്വാമി ഇപ്പോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. സ്വാമിയുടെ യോഗദണ്ഡ്, സ്വാമിയുടെ രുദ്രാക്ഷമാലയൊക്കെ. സ്വാമിയുടെ 2 വിഭാഗം ബന്ധുക്കളെ കുറിച്ച് പറയുമല്ലോ അല്ലെ? അമ്പലപ്പുഴ സംഘവും ആലങ്ങാട്ട് സംഘവും. പേട്ട എരുമേലി അടുത്താണ്, അതുകൊണ്ടാണ് ഇവിടെ അത് പറയുന്നത് പ്രത്യേകിച്ച്. പേട്ട തൊള്ളുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? സ്വാമി തിന്തകത്വം, അയ്യപ്പ തിന്തകത്വം. അർത്ഥം, സ്വാമി നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിട്ട് വർത്തിക്കുന്നു, അതേ അയ്യപ്പൻ എൻ്റെ അകത്തും ഓംകാര സ്വരൂപനായിട്ട് വർത്തിക്കുന്നു. നിന്റെ ഉള്ളിലുള്ള സ്വാമിയും എൻ്റെ ഉള്ളിലുള്ള അയ്യപ്പനും ഒന്ന് തന്നെയാണ്. ഇതാണല്ലോ തത്വമസി അല്ലെ? എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലുള്ളത് ഒന്നാണ് എന്നുള്ള പരമമായിട്ടുള്ള അറിവ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ന് സതീദേവിയുടെ ദേഹത്യാഗം ഇവിടെ പറഞ്ഞു അല്ലെ? പാർവതി ദേവിയുടെ ഭഗവാനുമായിട്ടുള്ള പരിണയം, അതിൽ ഭഗവാനെ സഹായിക്കാനായിട്ട്, അതായത് ശ്രീപാർവതിയെ സഹായിക്കാനായിട്ട് ഒരാൾ വരും, ഒരു അസിസ്റ്റന്റ്. അമ്മയ്ക്ക് അസിസ്റ്റന്റ് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ദേവന്മാരുടെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ആ കാര്യത്തിന്, ദേവകാര്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കാമെന്ന് കരുതി വരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ആരാത്? കാമദേവൻ രതീദേവിയോടുകൂടി ആ താപസനായിരിക്കുന്ന ശിവന്റെ അടുത്തേക്ക് എത്തുന്നു. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ശ്രീപാർവതി ദേവിക്ക് കാമദേവന്റെ സഹായമൊന്നും വേണ്ടിയിരുന്നില്ല ഭഗവാനെ സാക്ഷാത്കരിക്കാൻ. അങ്ങനെ ആവശ്യമില്ല അമ്മയ്ക്ക്. അമ്മ എപ്പോഴോ ശിവനെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. എന്നാലും കാമദേവന് തോന്നി ഇനിയിപ്പോ എന്റെ ഒരു സഹായം കൊണ്ട് അമ്മയ്ക്ക് 2 ദിവസം നേരത്തെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. അങ്ങനെ പഞ്ചബാണങ്ങൾ ഭഗവാന് നേരെ അയക്കുന്നു. ഭഗവാൻ ആ ഉണ്ടാവുന്ന മാറ്റത്തെ തിരിച്ചറിയുന്നു. എന്തുകൊണ്ടാണ് ഒരു നിമിഷം എന്റെ മനസ്സ് മാറുന്നതെന്ന് ഭഗവാൻ ചിന്തിക്കുന്നു. കാമദേവനെ കാണുന്നു. കാമദേവനെ കണ്ട് ക്രോധവാനായിട്ടുള്ള ശിവൻ, മഹാദേവൻ, തന്റെ 3ാമത്തെ കണ്ണ് തുറന്നു. കാമദേവനെ നോക്കി. അതോടുകൂടി കാമദേവൻ എന്തായിട്ട് മാറി? ഭസ്മായിട്ട് മാറി. ഇതാണ് നമ്മൾ പൊതുവിൽ പറയുക. പിന്നീട് കാമദേവൻ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ മകനായിട്ട് ജനിച്ചു എന്നൊക്കെ പറയും രുക്മിണിയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ പറഞ്ഞ കാര്യത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട്, ഏത്? ഭഗവാന്റെ 3ാമത്തെ കണ്ണിൽ നിന്ന് വരുന്നത് അഗ്നിയല്ല, അത് പരമമായിട്ടുള്ള അറിവാണ് എന്നുള്ള ജ്ഞാനത്തിന്റെ മുകളിൽ കയറി നിന്ന് ഈ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ. കാമദേവനെ ശിവൻ നോക്കിയ സമയത്ത് ശിവൻ എന്താണ് തോന്നുന്നത്? ഞാൻ ഇവനെ കത്തിക്കാം എന്ന് പറഞ്ഞ് നോക്കുകയല്ല ചെയ്തത്. ഭഗവാൻ ഏത് കണ്ണാ തുറന്നേ? അഗ്നിയാകുന്ന അറിവാകുന്ന കണ്ണ്. അറിവാകുന്ന കണ്ണ് തുറന്നു നോക്കിയപ്പോ ഈ നിൽക്കുന്നതും ശിവൻ, ആ നിൽക്കുന്നതും ഉറക്കെ പറയുന്നു ശിവൻ. അറിവാകുന്ന കണ്ണ് തുറന്ന് ഭഗവാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന പ്രപഞ്ചം മുഴുവൻ ശിവൻ. ഇപ്പോ ഭഗവാന്റെ മൂലസ്വരൂപം മാത്രം അവശേഷിക്കുകയും ബാക്കി ശിവനായിട്ട് തീരുകയും ചെയ്യുന്നു. അതാണ് കാമദേവൻ ഉണ്ടായത്. കാമദേവൻ യഥാർത്ഥത്തിൽ ആരായിട്ട് മാറി? ആ ഒരു നിമിഷം ഭഗവാൻ നോക്കിയപ്പോ എന്റെ ഉള്ളിലുള്ളതും ശിവൻ, ഇവന്റെ ഉള്ളിലുള്ളതും ശിവൻ, അതുകൊണ്ട് ഒരു ശിവൻ മതി. അതാണ് ആ ഭസ്മം. അല്ലാണ്ട് അവനെ അങ്ങോട്ട് കത്തിച്ചു കരുതരുത്. ശിവനായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആത്യന്തികമായുള്ള ലക്ഷ്യം. ശിവനിലേക്ക് ചേരുക അല്ലെ? നമ്മളെപ്പോഴും പണ്ട് മുതലേ കുട്ടികളോടൊക്കെ പറഞ്ഞിരുന്ന ഒരു ഭാഗം, ഇപ്പൊ എന്റെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് അവിടെ അങ്ങനെ പറയാറുണ്ട്, ഇവിടെ കണ്ടോന്ന് അറിയില്ല. ഈ 6 മണിയായിട്ട് വിളക്ക് കത്തിച്ചിട്ട് സന്ധ്യാനാമം ചൊല്ലുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടേ ഇല്ലായിരുന്നു. പകരം എന്ത് ചൊല്ലാൻ പറയും? ഞങ്ങൾ അവിടെയൊക്കെ പറയും സന്ധ്യാനാമം ചൊല്ലാൻ പറയില്ല, വിളക്ക് കത്തിച്ച് നമശിവായ ചൊല്ലാൻ പറയും. ആണോ? നമശിവായ ചൊല്ലാനാ പറയാ, അല്ലാണ്ട് സന്ധ്യാനാമം ചൊല്ലു എന്നും പറയാറില്ല. അങ്ങനെ ചൊല്ലിയപ്പോ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നതാണ് ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ഉടനെ ഭഗവാനെ അങ്ങ് എന്നെ കൂടെ എടുത്തോളണമെന്നല്ല.
അങ്ങയുടെ ഉള്ളിലുള്ളതും എന്നിലുള്ളതും ഒരേ അങ്ങ് തന്നെയാണെന്നുള്ള ബോധം എനിക്ക് ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്നാ പ്രാർത്ഥിച്ചത്. അങ്ങ് ഞാനും വേറെ അല്ല എന്നുള്ള ബോധം ഉണ്ടാവണേ. ഇനി ഇത് നിങ്ങൾ വേറെ രീതിയിൽ കേൾക്കും. എല്ലാവരും ലളിതാ സഹസ്രനാമം വായിക്കുന്ന ആൾക്കാരാണ് അല്ലേ? മൂലാധാര നിലയാ തുടങ്ങിയിട്ട് അങ്ങോട്ട് പറയും ഭഗവതിയുടെ ഒരു പോക്ക് എങ്ങനെ? ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, വിഷ്ണുഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥി വിഭേദിനി അല്ലേ? ഒരു കുട്ടി, ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. 9ാം ക്ലാസ് മുതൽ ജീവശാസ്ത്രം പഠിക്കുന്ന, ബയോളജി പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ്, അമ്മ എന്നെ ബയോളജി പഠിപ്പിച്ച ടീച്ചർ എനിക്ക് ആകെ ഒറ്റ ഗ്രന്ഥിയെ കുറിച്ച് പറയുന്നുള്ളത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. അമ്മ ഈ പറയുന്ന രുദ്രഗ്രന്ഥി എവിടെയാണ്, ബ്രഹ്മഗ്രന്ഥി എവിടെയാണ്, വിഷ്ണു ഗ്രന്ഥി എവിടെയാണെന്ന് ഒരു കുട്ടി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എവിടെ പറഞ്ഞു കൊടുക്കും? അത് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനിപ്പിച്ചാൽ ഈ കുട്ടിയെ ഈ ധർമ്മത്തിൽ നമ്മൾ അകറ്റുകയാണ് ചെയ്യുന്നത്. മറിച്ച് അത് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആധ്യാത്മികമായുള്ള വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാവണം. അത് സ്വയം ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് യജ്ഞവേദി. അതിന് പണ്ട് നമ്മൾ പാടിയിരുന്ന മറ്റൊരു പാട്ടുകളെ കുറിച്ച് കൂടി ഓർക്കണം. ഏത് പാട്ട്? പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ആരെ കാണാം? ശിവനെ കാണാം. എല്ലാവർക്കും അറിയാം. നമ്മുടെ അമ്പലത്തിന് 6 പടി ഉണ്ടോ? എണ്ണിയിരുന്നോ? ഇവിടെ 6 പടിയില്ലല്ലോ, എന്നിട്ട് ശിവനെ കാണാണ്ടല്ലോ. ഏതാണ് ഈ 6 പടികൾ? പറയൂ. നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലുന്ന ആൾക്കാരല്ലേ? ഒരു കുട്ടിയായിട്ട് നിങ്ങൾ എന്നെ കണ്ടാൽ മതി. അമ്മേ, ഈ 6 പടി കടന്ന് ശിവനെ കാണാന്നാ പറഞ്ഞു. ഞാൻ വൈക്കത്ത് അമ്പലത്തിൽ പോയപ്പോൾ പോലും 6 പടിയല്ലേ ഉള്ളൂ. ഏറ്റുമാനൂർ പോയപ്പോഴും 6 പടിയല്ലേ ഉള്ളൂ. ഏതാണ് ഈ 6 പടി? നമ്മുടെ ശരീരത്തിന് മറ്റൊരു ഭാഗം കൂടി ഉണ്ട് അല്ലെ? സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. അതിൽ 6 ചക്രങ്ങളെ കുറിച്ച് പറയും. കൂടുതൽ സമയം വിസ്തരിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകും. ഏതൊക്കെ 6 ചക്രങ്ങൾ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ 6 ചക്രങ്ങൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിൽ മൂലാധാരത്തിലിരിക്കുന്നവളാണ് ഭഗവതി. ആ ഭഗവതി ഈ ഓരോ ചക്രങ്ങളെ ഇങ്ങനെ ഭേദിച്ച് 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 1000 ഇതളുള്ള സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവനുമായിട്ട് സമ്മേളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദാവസ്ഥയാണ് സമാധി. അല്ലാണ്ട് കാറ്റ് പോയി എന്നുള്ളതല്ല. മൂലാധാരത്തിലിരിക്കുന്ന ദേവിയെ ശിവനുമായിട്ട് സമ്മേളിപ്പിക്കുക എന്നുള്ളതാണ് യോഗവിദ്യയുടെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനം. അതിനെന്ത് ചെയ്യണം? ഈ മൂലാധാരത്തിലിരിക്കുന്ന ആ കുണ്ഡലിനി ശക്തിയെ ഈ ഓരോരോ ചക്രങ്ങളെ ഭേദിച്ച് 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 മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഉപാസന വേണം, സാധന വേണം. അപ്പൊ ആദ്യത്തെ ചക്രം എവിടെ? ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്ത്, ലൈംഗികാവയവത്തിന്റെ ഭാഗത്ത് സൃഷ്ടി നടത്തേണ്ട സ്ഥലമായതുകൊണ്ട് അവിടെയാണ് എന്തുള്ളത്? ബ്രഹ്മഗ്രന്ഥി. അടുത്തത് വിഷ്ണു ഗ്രന്ഥിയാണ്. ഭഗവാൻ ഏറ്റവും പ്രധാനമാണ് നാഭി. ആ നാഭിയുടെ ഭാഗത്താണ് എന്തുള്ളത്? വിഷ്ണു ഗ്രന്ഥി ഉള്ളത്. സദാസമയവും ഓങ്കാരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ശരീരത്തിലുണ്ട്. ഏത്? ഈ ഹൃദയം. ഈ ഡും 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 എന്നുള്ള ഒച്ച ഭഗവാന്റെ ഡമരുവാണ്, ഓങ്കാരമാണ്. അതാണ് ഈ ശരീരത്തിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉടുക്ക് കൊട്ടുന്നത് ഭഗവാൻ എപ്പോ നിർത്തുന്നോ കഴിഞ്ഞു. ആ ഉടുക്കിന്റെ ഓങ്കാരം മുഴങ്ങുന്ന ഈ ഭാഗം ഇവിടെയാണ് എന്തുള്ളത്? രുദ്രഗ്രന്ഥി. ഇവിടെയാണ് മഹാദേവന്റെ സ്ഥാനം. ഇങ്ങനെ ഓരോന്നോരോന്നായി കഴിഞ്ഞ് നിങ്ങൾക്കിത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഇവരെന്തൊക്കെയോ എന്ന് പറയണമെന്നേ തോന്നുള്ളൂ. പക്ഷെ ഏതൊരു ക്ഷേത്രം കണ്ടാലും പണ്ട് നമ്മൾ കാണിച്ചിരുന്ന ഏർപ്പാടുണ്ടായിരുന്നു. എന്ത് ഉണ്ടോ? എന്തിനെങ്ങനെ കാണിച്ചിരുന്നേ? മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുപൈക്കളല്ല. അതാണ് നമ്മുടെ ധർമ്മത്തിന്റെ അവസ്ഥ. പണ്ട് ഗുരുവായൂര് വൃശ്ചിക മാസത്തില് സ്വാമിമാരുടെ നല്ല തിരക്കുള്ളൊരു സമയമാണ്. അപ്പൊ നിങ്ങൾ ഈ പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഈ വടക്കേ വാതിൽ മാടകത്തിലുള്ള ഭഗവതി, എടത്തിരികത്താവ് ഭഗവതിയുടെ അടുത്ത് ഒരു വിളക്കുണ്ട്. അവിടെ കണ്ടിട്ടുണ്ടാവും. പോകുന്ന സമയത്ത് കുറെ തൂക്കുവിളക്ക് ഉണ്ട്. അപ്പൊ ഏതോ ഒരു ഗുരുസ്വാമിയാണെന്ന് തോന്നുന്നു, ഒരു മുതിർന്ന അദ്ദേഹം അങ്ങോട്ട് പോണ സമയത്ത് ഒരു ഈച്ച വന്നിട്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് തട്ടിയപ്പോ അദ്ദേഹം അതിനെ അടിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഈച്ച നേരെ പോയിട്ട് ഈ വിളക്കിൽ വീണു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ ഒരു അവശിഷ്ടം അവിടെ കിടക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി അദ്ദേഹം ശ്രദ്ധയോടുകൂടി ആ ഈച്ച എടുത്തിട്ട് പുറത്തിട്ടു. അദ്ദേഹത്തിന്റെ പുറകെ വന്ന 11 സ്വാമിമാരും ഈച്ചയൊന്നും ഇല്ലെങ്കിലും അടിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ട്, വെറുതെ കാണിച്ചതല്ല.
നമ്മുടെ പ്രാർത്ഥനയാണ് എന്ത്? ഈ ഒരു വിശുദ്ധിയിലിരിക്കുന്ന ആ അമ്മ എവിടെ എത്തണം? ആജ്ഞയിൽ, സഹസ്രാരത്തിൽ എത്തണേ. അതാ ഇങ്ങനെ കാണിച്ചത്. അപ്പ കിട്ടുന്നതാണ് മോക്ഷം, അതാണ് സമാധി. നേരത്തെ പറഞ്ഞല്ലോ, പുരുഷാർത്ഥങ്ങൾ 4 ഏതൊക്കെയാ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ മോക്ഷം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒക്കെ വിചാരം ഇതാണ്, ഇത് കഴിഞ്ഞാൽ തീരുന്നതാണെന്നാണ്, പോയിട്ട് അനുഭവിക്കുന്ന എന്തോ ആണെന്ന്. അല്ല, ഇവിടെ ജീവിച്ചിരിക്കുമ്പോ മോക്ഷാവസ്ഥ, സമാധ്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. എന്ത് വേണം അതിന്? നമ്മുടെ ഉപാസന, നമ്മുടെ സാധന. ആ 6 പടികളാണ് പറഞ്ഞത്. ഈ അമ്മ കയറിപ്പോകുന്ന ഈ 6 പടികൾ, അവിടെ ചെല്ലുമ്പോ ശിവനെ കാണാനാ പറഞ്ഞത്. നമ്മുടെ ധർമ്മത്തിൽ ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. എല്ലാത്തിൻ്റെയും പുറകിൽ കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. നമ്മുടെ പ്രശ്നം നമ്മളത് മറന്നുപോയി, അല്ലെങ്കിൽ നമ്മളത് അറിയാൻ ശ്രമിക്കാതെ പോയി. അറിവില്ലായ്മ ഒരു തെറ്റല്ല, എവിടെയും ഞാനത് പറയാറില്ല. അറിയാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് കൊടിയ പാതകം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അതിനേക്കാൾ വലിയ പാതകം. എന്ത്? നീ മഹാദേവനെ വേണ്ട രീതിയിൽ പൂജിച്ചില്ലെങ്കിൽ 3ാമത്തെ കണ്ണ് തുറന്ന് ശിവൻ നിന്നെ നോക്കും, നീ കത്തിപ്പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി മഹാദേവനെ സ്നേഹത്തോടെ എങ്ങനെ നോക്കും? ശിവപുരാണം കേട്ട് നിങ്ങൾക്ക് ഭഗവാനോട് ഉണ്ടാവേണ്ടത് ഭയമല്ല, സ്നേഹമാണ്, ഭക്തിയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവിൽ ശിവൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ തന്നെ ഇന്ന് പല ആൾക്കാരും വളച്ചൊടിച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആള്, എല്ലാത്തിനെയും സംഹരിക്കുന്ന ഒരാള്, ഇങ്ങനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുക ഭഗവാനെ കുറിച്ച്. ഭഗവാൻ ഗുരുവായൂരപ്പനാണെങ്കിൽ നമുക്ക് എന്ത് ലൈസൻസ് കൊടുക്കാം? അയ്യോ, മഹാദേവനാണെങ്കിൽ പേടിയാന്ന് പറയുക. എന്തിനാണ് നമ്മൾ ഭഗവാനെ ഭയക്കുന്നത്? ഭഗവാനെ ഭയക്കുക എന്നുള്ളത് തന്നെ നമ്മളും ഭഗവാനും വേറെ എന്നുള്ള സങ്കല്പമല്ലേ ഉണ്ടാക്കുന്നത്? പുരാണത്തിലൂടെ ഭക്തി ജ്ഞാനമാകുന്നു ഞാൻ പറഞ്ഞപ്പോ, ഈ ഭക്തി ജ്ഞാനമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവേണ്ട 1ാമത്തെ വികാരമാണ് എന്ത്? ഭയം, പേടി. നമ്മുടെ സനാതന ധർമ്മം ഇങ്ങനെ ഇന്ന് പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, ചുതിയിലാണ് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ഈ ഭയം ഉണ്ടാക്കുന്ന കുറെ വ്യാപാരികൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈശ്വരന്മാരൊക്കെ ഭയക്കാനുള്ള എന്തോ ആണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നത്. നോക്കൂ, നിങ്ങൾ മൂകാംബികയിലേക്ക് പോകൂ, നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകൂ, അമ്മ ഇങ്ങനെ ഇരിക്കണത്. നമുക്ക് ഈ കൈ മാത്രമേ അറിയുള്ളൂ. ഇതെന്താ? നമ്മുടെ വിചാരം ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചു എന്നാണ്. ഇത് വരദമുദ്രയല്ല, ഇതല്ല വരദമുദ്ര, ഇതാണ് വരദമുദ്ര. ഇതെന്ത് മുദ്ര? അഭയം, ഭയം ഇല്ലാതാക്കുന്ന മുദ്രയാണ് ഈ കാണുന്നത്. ഭയക്കേണ്ടതായിട്ടില്ല, ഞാനിവിടെ ഉണ്ട്, ഭയക്കണ്ട. ഭഗവാന്റെ 4 കൈയിലുള്ള ധ്യാനത്തെ നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഒരു കയ്യിൽ മാന്, ഒരു കയ്യിൽ മഴു, ഒരു കയ്യിൽ അഭയം, ഒരു കയ്യിൽ വരദം. മഹാദേവൻ പോലും പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? എന്നെ ഭയക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്യന്തികമായിട്ട് കരുതുന്നത് ഞാനും നിങ്ങളും വേറെയാണെന്ന്. നേരത്തെ ഇത്ര വലിയ കാര്യത്തിൽ കൊട്ടിഘോഷല്ലോ, ശിവോഹം, ഞാൻ ശിവനാണെന്ന് പറയുകയും ചെയ്യും, ഒരേ സമയം ശിവനെ ഭയക്കുകയും ചെയ്യും. ഞാനിവിടെ സംസാരിക്കുമ്പോ പഞ്ചഭൂത ലിംഗങ്ങളുണ്ട് ഭഗവാന്റെ. നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സുകൊണ്ട് പോയി തൊഴുതു വരാം. അതിൽ നിങ്ങൾ ഈ ഭയത്തെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ട്, അത് ആദ്യം പറയുകയും ചെയ്യും. ഭഗവാന്റെ പഞ്ചഭൂത ലിംഗങ്ങളെ കുറിച്ച് പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വളരെ നല്ലത്. എനിക്കൊക്കെ 1-2 സ്ഥലത്ത് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ഈ പ്രപഞ്ചം തന്നെ ശിവനാണ്. നമ്മൾ ഈ കാണുന്ന ചരാചരം മുഴുവൻ ശിവനാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നൊരു ധ്യാനം പറയാം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പീഠം യസ്യ ധരിത്രി എന്നുള്ളൊരു ധ്യാനമുണ്ട്, യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കൃത്യമായിട്ടത് ഓർമ്മയില്ല, എങ്കിലും എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, പലയിടത്തും തെറ്റുണ്ടാവും, ക്ഷമിക്കുക. പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം കുക്ഷി സപ്തസമുദ്രം ഭുജഗിരി ശിഖിരം വേദം വക്ത്രം ഷഡംഗം ദിവ്യലിംഗം നമാമി എന്നാണ്. ഇടയിൽ ഞാൻ ചില ലൈൻ വിട്ടുപോയിട്ട് ക്ഷമിക്കുക. നിങ്ങൾ ഈ വരി മാത്രം ആലോചിച്ചാൽ മതി. ശ്രീരുദ്രത്തിന്റെ ധ്യാനമാണ്. പീഠം യസ്യ ധരിത്രി എന്നുകൊണ്ട് തുടങ്ങും. എന്താ പറയുന്നത്? പീഠം യസ്യ ധരിത്രി, ഈ കാലൂന്നിയിരിക്കുന്ന ഈ ഭൂമി ശിവലിംഗത്തിന്റെ പീഠാണ് സങ്കല്പം. പീഠം യസ്യ ധരിത്രി ജലധര കലശം, ഈ ആകാശത്ത് കാണുന്ന മേഘങ്ങൾ മുഴുവൻ ഭഗവാന് ധാര നടത്താനുള്ള കുടങ്ങളാണ്, കലശങ്ങളാണ്. ജലധര കലശം ലിംഗമാകാശമൂർത്തി. നോക്കൂ, മുകളിലേക്ക് നോക്കൂ, നീല നിറത്തിലാണെന്നുണ്ടെങ്കിലും ഈ കാണുന്ന ആകാശം എന്ന് പറയുന്നത് ശിവലിംഗം തന്നെയാണ്. അതിന്റെ ആകൃതി ശിവലിംഗാകൃതിയാണ്. ലിംഗമാകാശമൂർത്തി. നക്ഷത്രം പുഷ്പമാല്യം, ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കൂവളത്തിന്റെ മാല മാത്രമല്ല, ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ഭഗവാന്റെ കഴുത്തിൽ ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന മാലകളാണ് എന്നാണ് സങ്കല്പം. നക്ഷത്രം പുഷ്പമാല്യം.
ഗ്രഹഗണകുസുമം എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ നമുക്കേ 9 കുറിച്ച് അറിയുള്ളൂ. കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളൊക്കെ ആ ശിവലിംഗത്തിലേക്ക് അർച്ചിക്കപ്പെട്ടിട്ടുള്ള കുസുമങ്ങളാണ്, പൂക്കളാണ് എന്നാണ് സങ്കല്പം. കുക്ഷി സപ്ത സമുദ്രം, ഭഗവാന്റെ വയറാണത്രേ 7 കടലുകൾ. ഇവിടെ കാണുന്ന പർവ്വത പ്രദേശങ്ങളൊക്കെ ഭഗവാന്റെ ഭുജഗിരി ശിഖിരം എന്നാണ്, ഭഗവാന്റെ തോളാണ്. വേദം വക്രം എന്നാ പറഞ്ഞത്. ഭഗവാന്റെ മുഖം എന്ന് പറയുന്നത് വേദം. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവാകുന്ന മുഖം. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു രൂപം ഉണ്ടല്ലോ, ദക്ഷിണാമൂർത്തി അല്ലെ? ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, വിദ്യ കൊടുക്കുന്ന ഭഗവാന്റെ രൂപം ആ വേദം വക്രം എന്നാണ്. പിന്നെ 10 ദിക്കുകൾ ഭഗവാന്റെ 10 അംഗങ്ങളാണ് പറയുന്നു. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഒരു തരത്തിൽ എന്താണ്, അവിടെ ഞാൻ വിട്ടുപോയൊരു വരിയിൽ പറയുന്നുണ്ട്, സൂര്യ ചന്ദ്ര അർക്ക നേത്രം എന്താ. സൂര്യനും ചന്ദ്രനും അഗ്നി, വഗ്നിയാണ്. അർക്കനല്ല, വഗ്നി നേത്രം. സൂര്യ ചന്ദ്രി വഗ്നി നേത്രം. ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, ഒരു കണ്ണ് അഗ്നി. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശിവനായിട്ട് കാണാനാ ധ്യാനം പറയണത്. അല്ലാണ്ട് ഈ കാണുന്നത് മാത്രം ഒരു ലിംഗരൂപത്തിലിരിക്കുന്ന ആള് മാത്രമല്ല മഹാദേവൻ. ഈ കാണാവുന്ന ചരാചരങ്ങൾ മുഴുവൻ, ഇനി കാണാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും ശിവൻ തന്നെ. അതിൽ തന്നെ നമുക്ക് ഈ പ്രപഞ്ചം നോക്കൂ, പ്രപഞ്ചം പ്രധാനപ്പെട്ട 5 എണ്ണം കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിനെ പ്രപഞ്ചം എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ധാതുവിലും ശിവനുണ്ട്. ഓരോ ധാതുവിലും. കാഞ്ചീപുരത്തിനടുത്ത് ഏകാംബരേശ്വരൻ കൊണ്ടൊരു ക്ഷേത്രമുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടുന്ന് ഒരു യാത്രയൊക്കെ പോകാൻ പറ്റുമെങ്കിൽ നല്ലതാ, പഞ്ചഭൂത ക്ഷേത്രങ്ങളിലേക്ക്. അമ്മ ഭഗവാനെ പ്രാർത്ഥിച്ച ക്ഷേത്രം. നിങ്ങൾ അന്തകന്റെ കഥ കേട്ടിട്ടുണ്ടാവും. ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് അമ്മ വന്ന് പുറകിൽ കൂടെ ഈ കണ്ണു പൊത്തുന്നതും അന്തകൻ ജനിക്കുന്നതൊക്കെ. ആ ഒരു കൃത്യത്തിന് പരിഹാരമായിട്ട് അമ്മ ഭൂമിയിൽ വന്ന് തപസ് ചെയ്തു. അപ്പ ഭഗവാനെ പൂജിക്കാൻ ഭൂമിയിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കിയത്. ഭൂമി തത്വമാണ് അവിടെ ഇരിക്കുന്ന ശിവലിംഗം. ഭൂമി കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ വായു അല്ലെ, പഞ്ചഭൂതത്തിൽ രണ്ടാമത്. നമ്മൾ മുകളിലേക്കാ പോകണം. ജലമല്ലേ ഒരു രണ്ടാമത്? ജലമാണ്. ജലം എവിടെയുള്ളത്? തിരുവാനൈക്കാവൽ എന്നൊരു ക്ഷേത്രമുണ്ട്, ജംബുദ്വീപത്തിലുണ്ട്. തിരുവാനൈക്കാവൽ ക്ഷേത്രം. അവിടെ ജലലിംഗമാണ്. അവിടെ വിളിക്കുക അപ്പലിംഗം എന്നാ പറയാ, ജലരൂപത്തിലുള്ള ലിംഗം. 3 വായു. എനിക്കിത് പറയാനെങ്കിൽ ഞാൻ ഇത്രയും സമയം എടുത്തത്, ബാക്കിയൊക്കെ ചെറിയ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വായു രൂപത്തിലുള്ള ശിവലിംഗം എവിടെ ഇരിക്കണം? എല്ലാവർക്കും അറിയാം. ഇപ്പൊ സിനിമയൊക്കെ വന്നു. പറയൂ. വായുവിന്റെ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം. രാഹുദോഷങ്ങൾ മാറാൻ എല്ലാവരും ഓടിച്ചെന്ന് പോയി പ്രാർത്ഥിക്കുന്ന സ്ഥലം ശ്രീകാളഹസ്തി. കേട്ടിട്ടുണ്ടോ? ശ്രീകാളഹസ്തിയിൽ ഇരിക്കുന്നത് വായുലിംഗമാണ്. ഈ വായുലിംഗം ഉണ്ടാവാൻ കാരണമായിട്ട് അവിടെ പറയുന്ന ഒരു ചിലന്തി, ഒരു ആന, ഒരു പാമ്പ്, കഥയൊക്കെ വിസ്തരിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഇവര് 3 പേരും കാരണം അമ്പലം ഉണ്ടായെന്ന് പറയാം. പിന്നെ കാരണമായിട്ടുള്ള ഒരാളുണ്ട്, അത് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഒരാളാണ്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നായനാർമാരുടെ പാരമ്പര്യം പറയും. നമ്മളിവിടെ കാസ്റ്റ് അല്ല, അവിടെ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള നായനാർമാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായനാരാണ് കണ്ണപ്പ നായനാർ. കേട്ടിട്ടുണ്ടാവും. കണ്ണപ്പൻ ആരാണ്? അർജുനാണെന്ന് പറയുന്നത്. ഭഗവാൻ കിരാതമൂർത്തിയായിട്ട് വന്ന സമയത്ത് ഭഗവാനെ അടിച്ചു ഗാണ്ഡീവം കൊണ്ട്. ഭഗവാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സമയത്ത് അനുഗ്രഹിച്ചു, അടുത്ത നിനക്കൊരു ജന്മം ഉണ്ടാവും, ആ സമയത്ത് നിനക്ക് എന്നെ പൂജിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോ ഏത് വേഷമാണോ ഭഗവാൻ സ്വീകരിച്ചിരുന്നത് ആ വേഷത്തിൽ അർജുനൻ ധരിച്ചത് കാട്ടാളനായിട്ട്. കാട്ടാളനായിട്ട് വേട്ട കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ദിവസം ഒരു ശിവലിംഗം കണ്ടു എന്നാണ്. ഒട്ടും ആരും ശ്രദ്ധിക്കപ്പെടാതെ കടന്നിരുന്ന ഒരു ശിവലിംഗം. ആ ശിവലിംഗം നോക്കിയ സമയത്ത് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു, തന്റെ ഉള്ളിലുള്ള എന്തോ അതിലുണ്ടെന്ന് തോന്നുന്നു. അതാണ് ആത്യന്തികമായിട്ട് തോന്നേണ്ടത്. ഗുരുവായൂരപ്പനെ കാണുമ്പോഴും മഹാദേവനെ കാണുമ്പോഴും ഈ ശ്രീകോവിലിനകത്തേക്ക് നോക്കുമ്പോഴും നമുക്ക് തോന്നേണ്ട എന്താ? എന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇതാ അവിടെ വേറെ രൂപത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണല്ലോ എന്റെ ഉള്ളിലുള്ളത്. ആ തോന്നലുണ്ടായി. അവിടെയൊക്കെ വെട്ടിത്തെളിച്ച് വളരെ ഭംഗിയാക്കി. അപ്പൊ തോന്നി ഈ ശിവനാണല്ലോ, ശിവന് ധാര വലിയ ഇഷ്ടമാണല്ലോ എന്ന് കരുതിയിട്ട് വെള്ളം കൊണ്ടുവരാനായിട്ട് ഒരു പൊട്ടിയ പാത്രം കൊണ്ട് പോയി. ഒരു കലം വെള്ളം കോരുന്നുണ്ട്. ഓടി പോരുന്ന സമയത്ത് ഈ കുടത്തിൽ ഓട്ട ഉള്ളത് കൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും വെള്ളം മൊത്തം തീർന്നു പോയി. അപ്പൊ എന്ത് ചെയ്തു? വനവാസിയാണ്, വലിയ ബുദ്ധിയൊന്നുമില്ല. ഈ കയ്യിൽ വെള്ളം കൊണ്ടുവരാൻ തുടങ്ങി, കുമ്പിളെടുത്തിട്ട്. വീണ്ടും ജലാശയത്തിൽ നിന്ന് ശിവലിംഗം വരെയുള്ള ഭാഗം ഓടി എത്തുമ്പോഴേക്കും കയ്യിലുള്ള വെള്ളവും ചോർന്നു പോയി, കുടവും പോയി, കയ്യും പോയി. ഇനി എന്താണ് ഓപ്ഷൻ ഉള്ളതെന്ന് ചിന്തിച്ചു. എന്താ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുങ്ങി വായിൽ മുഴുവൻ വെള്ളം എടുത്തു, ഓടി ശിവലിംഗത്തിന്റെ മുകളിലേക്ക് നീട്ടി തുപ്പി, പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇതാ അങ്ങേക്കുള്ള ധാര.
എന്നിട്ടോ പിന്നെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറെ പൂക്കളൊക്കെ വേണമെന്ന്. ഭഗവാൻ നിൽക്കുന്ന ശിവലിംഗത്തിന് തൊട്ട് മുകളിലായിട്ടൊരു മരണ്ട്, അതിൽ പിടിച്ച് കുലുക്കി കുറെ പൂക്കളൊക്കെ താഴത്തേക്ക് വീണു, കുറെ വില്ലുപത്രം താഴത്തേക്ക് വീണു. പ്രാർത്ഥിച്ചു, ഭഗവാൻ ഇത് അങ്ങേക്കുള്ള എന്റെ പുഷ്പാഞ്ജലി. ഇനി ഇത്രയും നിങ്ങൾ ക്ഷമിക്കും, ഇനിയോ ഇത്ര നിങ്ങൾ കേൾക്കുമ്പോ എന്തൊരു ഭക്തി കണ്ണപ്പന്. കണ്ണപ്പൻ സാധാരണ കഴിച്ച് ശീലിച്ചിരുന്ന മാംസം ഭഗവാൻ നേദിച്ചു. അയ്യോ അങ്ങനെ പറയരുതേ, ഞങ്ങളുടെ ശിവൻ വെജിറ്റേറിയനാണ്. കണ്ണപ്പൻ എന്ത് കഴിച്ചോ അത് ഭഗവാൻ കൊടുത്തു, അങ്ങനെ കരുതിയാൽ മതി. നമ്മൾ എന്ത് കഴിക്കുന്നോ അത് നമ്മൾ ഭഗവാൻ കൊടുക്കുന്നു. പന്നിമാംസം ഭഗവാൻ നേദിച്ചു എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത് പഞ്ചഭൂതലിംഗങ്ങളുടെ കഥയിൽ. മാനിന്റെ മാംസം ഒക്കെ കൊടുത്തു അത്ര കഴിക്കുന്നു. ഇത് എല്ലാ ദിവസവും പതിവാക്കിയത്. ഭഗവാൻ ഇങ്ങനെ ഒരു ഭക്തരെ കിട്ടിയപ്പോണ്ടായ നോക്കൂ, ഭഗവാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എപ്പോഴും, അത് അമ്മ കൂടിയിരിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഭക്തരെ കിട്ടുമ്പോൾ ഭഗവാൻ ഉണ്ടാവുന്ന സന്തോഷമുണ്ട്. മാർക്കണ്ഡേയനെ കിട്ടിയപ്പോൾ ഭഗവാൻ ഉണ്ടായ സന്തോഷം. ഇതേപോലെ ഒരു കുട്ടിയെ, ഒരു കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു വേട്ടക്കാരൻ തന്റെ ഭക്തനായിട്ട് ഇങ്ങനെ ഉയർന്നു കാണുമ്പോൾ ആ ഭഗവാൻ ഉണ്ടായ ഒരു സന്തോഷമാണ്. ഭഗവാന്റെ അവസാനത്തെ ഒരു പരീക്ഷണമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭഗവാൻ ഒരു ദിവസം കണ്ണപ്പൻ വന്ന സമയത്ത് ഒരു കണ്ണിൽ നിന്ന് ചോര വന്നു. അയ്യോ എന്റെ ശിവനെ, നിനക്ക് കണ്ണിൽ എന്തെങ്കിലും പറ്റിയോ, നിനക്ക് ഈ കണ്ണുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് എന്റെ കണ്ണ് തരാന്ന് പറഞ്ഞ് ആവനാഴിയിൽ നിന്ന് ഒരു അമ്പ് എടുത്തിട്ട് സ്വന്തം കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് ശിവലിംഗത്തിന്റെ മുകളിൽ വെച്ചു കൊടുത്തു കണ്ണപ്പൻ. അപ്പൊ ചോര ഒലിക്കുന്നത് നിന്നു. സന്തോഷമായി. ഭഗവാൻ എന്ത് കരുതി, രണ്ടാമത്തെ കണ്ണ്, നേരത്തെ ചോര ഒലിക്കാത്ത കണ്ണെന്ന് ഇപ്പോ ചോര ഒലിക്കാൻ തുടങ്ങി. നിനക്കില്ലാത്ത കണ്ണ് എനിക്ക് എന്തിനാണ് ശിവനെ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കണ്ണും കുത്തിപ്പൊട്ടിക്കാൻ പോയിരുന്നു. അപ്പൊ ഒന്ന് എത്രയൊക്കെ പറഞ്ഞാലും ബുദ്ധി, ഭഗവാന്റെ ഭക്തരായി കഴിഞ്ഞാൽ ബുദ്ധി കൂടുമല്ലോ. വനവാസിയുടെ ആ അവസ്ഥ എന്നൊക്കെ മാറി തോന്നി, ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ചാൽ ഓൾറെഡി ഒന്ന് പോയി, ഇതും പോയി കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റ് സ്ഥലത്ത് ഫിറ്റ് ചെയ്യണ്ടേ, മൂക്കുള്ളിടത്ത് കൊണ്ടിട്ട് കണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. രണ്ട് കണ്ണും പോയി കഴിഞ്ഞാൽ എനിക്ക് കാഴ്ച ഉണ്ടാവില്ലല്ലോ ഭഗവാനെ. അതുകൊണ്ട് എന്റെ ഈ കാല് വെച്ച് ഞാൻ അടയാളം പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കാലിന്റെ മുകളിൽ ചവിട്ടി പെരുവിരലുണ്ട് അടയാളം പിടിക്കാൻ. എന്നിട്ട് ആവനാഴിയിൽ നിന്ന് രണ്ടാമതൊരു അമ്പെടുത്തത് കുത്തിപ്പൊട്ടിച്ച് കാലിന്റെ വിരൽ എവിടെയാണെന്നുള്ളത് നോക്കി അവിടെ കൊണ്ടേ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ശിവലിംഗത്തിൽ ചവിട്ടി എന്നിട്ട് കൊണ്ടേ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഭഗവാൻ വന്ന് അനുഗ്രഹിച്ച് രണ്ട് കണ്ണും എല്ലാ തരത്തിലുള്ള പ്രതാപങ്ങളും കൊടുത്ത് എന്റെ ഏറ്റവും വലിയ ഭക്തനാണ് നീ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു കണ്ണപ്പൻ. ആ കണ്ണപ്പൻ പൂജിച്ചിരുന്ന ലിംഗാണ് ശ്രീകാളഹസ്തിയിലുള്ളത്. ഇനി നിങ്ങൾ പറയൂ, ഭഗവാനെ ഭയക്കേണ്ടതായിട്ടുണ്ടോ? എന്തിനാണ് മഹാദേവനെ ഭയക്കുന്നത്? മുകളിലേക്ക് തുപ്പിയപ്പോഴും മാംസം നേദിച്ചപ്പോഴും കാലുകൊണ്ട് ചവിട്ടിയപ്പോഴും തന്റെ ചോരയുള്ള കണ്ണെടുത്തിട്ട് ശിവലിംഗത്തിൽ വെച്ചപ്പോഴും ആത്യന്തികമായിട്ട് ഒറ്റ തോന്നലേ ഉണ്ടായിട്ടുള്ളൂ കണ്ണപ്പന്. എന്ത്? ഞാനും ശിവനും വേറെയല്ല, ഞാനും ശിവനും വേറെ അല്ല എന്നുള്ള തോന്നലുണ്ടോണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഈ തോന്നലില്ലാണ്ട് നമ്മൾ ഭഗവാനെ കുറച്ച് മുകളിൽ കയറ്റി വെച്ചു, നമ്മൾ താഴെ ഇറങ്ങി നിന്നിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ പൂജ കഴിക്കുന്ന സ്വാമി തിരുമേനോട് ചോദിക്കൂ, ഭഗവാന്റെ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടേ ഭഗവാനെ പൂജിക്കാൻ പോലും പറ്റുള്ളൂ. ശംഖപൂർണ ഉൾപ്പെടെയുള്ള ക്രിയകൾ ചെയ്ത ചൈതന്യത്തെ, തന്റെ ഉള്ളിലിരിക്കുന്ന കുണ്ഡലിയെ ഭഗവാന്റെ ചൈതന്യത്തിലേക്ക് ഉയർത്തി എന്നിട്ടാണ് പൂജ. താഴ്ന്ന ഒരാൾ മുകളിലൊരാളെ പൂജിക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട് നമുക്കില്ലാട്ടോ. ഭഗവാന്റെ നിലവാരത്തിലേക്ക് ഉയർത്തി. നോക്കൂ, ഗുരുവായൂർ മേൽശാന്തി, ഗുരുവായൂരപ്പനെ പൂജിക്കണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ ചൈതന്യം എത്രത്തോളം ഉണ്ടോ ആ കുണ്ഡലിനി ശക്തിയെ തന്റെ ഉള്ളിലേക്ക് ഉയർത്തിയിട്ടാ പൂജിക്കുന്നത്. അപ്പോഴത് പൂജയുള്ളൂ. സമന്മാര് തമ്മിലാ പൂജ, അല്ലാണ്ട് താഴ്ന്ന ഒരാൾ മുകളിലൊരാളെ പൂജിക്കുക അല്ല. ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാനും ശിവനും ഒന്നാണ്. അത് കണ്ണപ്പന് മനസ്സിലായി. അതുകൊണ്ടാണ് കണ്ണപ്പ നായന ശ്രീകാളഹസ്തിയിൽ ഏറ്റവും മഹത്താനായിട്ടുള്ള ഭഗവാന്റെ ഭക്തൻ. കണ്ണപ്പന്റെ പ്രതിമയൊക്കെ ഉണ്ട് അവിടെ. വായുലിംഗം നമ്മൾ 3 പറഞ്ഞു, ഭൂമി, ജലം, വായു. 2 അവിടെ ബാക്കിയുണ്ട്. ഒന്ന് അഗ്നി, അത് കഴിഞ്ഞിട്ടേ ആകാശം. അഗ്നി രൂപത്തിലുള്ള ലിംഗം വിളിക്കുന്ന സ്ഥലം എവിടെയാ? എല്ലാവർക്കും അറിയാം, തിരുവണ്ണാമലൈ, അരുണാചലേശ്വരൻ കേട്ടിട്ടുണ്ടാവും. അരുണാചലേശ്വരൻ അഗ്നിലിംഗാണ്. ശിവരാത്രിയുടെ മഹാത്മ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഗ്നിസ്തംഭമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവും വിഷ്ണുവും അതിന്റെ ദൂരം അളക്കാനായിട്ട് ഒരാൾ മുകളിലേക്കും ഒരാൾ താഴത്തേക്കും പോയി അഗ്നിസ്തംഭമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലം അഗ്നിരൂപത്തിലുള്ള ലിംഗം, അതും ശിവൻ. ഭൂമി ശിവൻ, ജലം ശിവൻ, വായു ശിവൻ, അഗ്നി ശിവൻ, ആകാശവും ശിവൻ. ആകാശരൂപത്തിൽ ഭഗവാന്റെ ലിംഗിരിക്കുന്ന സ്ഥലം എവിടെ? അത് നിങ്ങൾ എല്ലാവരും പറയണം. സാക്ഷാൽ ചിദംബരം. ദിക്കുകളെ ഭഗവാൻ വസ്ത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ചിദംബരം. ചിദംബരേശ്വരൻ കേട്ടിട്ടുണ്ടാവും. നടരാജനാണ് ഭഗവാൻ. നടരാജ രൂപത്തിലുള്ള വിഗ്രഹം.
അതിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നു. നോക്കൂ, നിങ്ങൾ ചിദംബരത്ത് പോവാണെങ്കിൽ ഭഗവാന്റെ നടരാജ രൂപത്തിലുള്ള വിഗ്രഹിക്കുന്നതിന്റെ ഭാഗത്ത് തിരശീല ഉണ്ടാവും. ഒരു ഭാഗത്ത് ഒരു തിരശീല. ചില സമയങ്ങളിൽ, വിശേഷപ്പെട്ട അവസരങ്ങളിൽ ഈ തിരശീല മാറ്റിയിട്ട് അവിടെ കർപ്പൂരം ഒഴിയും. ഭാഗ്യം നിങ്ങൾക്ക് കാണാം പോകുന്ന സമയത്ത്. അപ്പൊ നമ്മൾ കാണും അവിടെ എന്തോ ആ മറച്ചു കെട്ടിയിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ വിളിക്കുക? ചിദംബര രഹസ്യം എന്ന് പറയും. തമിഴിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്തോ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് സീക്രട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഓ ഇത് വിളവ് പെരിയ ചിദംബര രഹസ്യമാ ചോദിക്കും. ഇത്രയും വലിയ സീക്രട്ടാണെന്ന് അർത്ഥം. അപ്പൊ എപ്പോഴും ചിദംബരത്ത് മറച്ചു കെട്ടിയിരിക്കുന്ന ഇപ്പുറത്ത് എന്തോ ഉണ്ട്, അതൊരു രഹസ്യമാണെന്ന സങ്കല്പം. പക്ഷെ ഈ തിരശീല മാറ്റുന്ന നിങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. സ്വർണത്തിന്റെ കൂവള എന്നൽ കൊണ്ടും ഉണ്ടാക്കിയ ഒരു മാല വെറുതെ ഇട്ടിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ആ മാല അവിടെ അങ്ങനെ ആടിക്കളിക്കുന്നുണ്ടാവും. അവിടെ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ മുകളിൽ ആരാധന. ഭഗവാൻ എന്താ പറയണേ? ഈ 5 ഭൂതങ്ങളിലും ഇനി ഇതിൽ ഒന്നും അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും ശൂന്യതയിലുള്ളതാരാ? ശിവനാണ്. നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാലും, ഭൂമിയിലേക്ക് നോക്കിയാലും, അഗ്നിയിലേക്ക് നോക്കിയാലും, വായുവിലേക്ക് നോക്കിയാലും, ജലത്തിലേക്ക് നോക്കിയാലും, ശൂന്യതയിലേക്ക് നോക്കിയാലും നിങ്ങൾ കാണുന്നത് എന്നെ തന്നെയാണ്. ആ ഞാൻ തന്നെയാണ് നിങ്ങൾ. ഇത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം പലരും പറയുന്നത് വാർദ്ധക്യമാണെന്നാണ്. ഞാൻ ശിവനും ഒന്നാണ്. അതുകൊണ്ട് പണ്ട് കാശിക്ക് പോയിരുന്നു. വാർദ്ധക്യം എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല ഭഗവാൻ അത് പറഞ്ഞു വെച്ചത്. മാർക്കണ്ഡേയൻ എത്ര വയസ്സായിരുന്നു അല്ലെ? വാർദ്ധക്യാവസ്ഥയിലല്ല ശിവനെ മനസ്സിലാക്കേണ്ടത്. ശിവനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ, നിങ്ങൾ ഈ പുരാണം കേൾക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ സ്പീഡിൽ ഈ ഭഗവാനെ അറിയാനുള്ള സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശ്രയിക്കേണ്ടത് അമ്മയാണ്. ശിവശിവ ശിവശിവ എന്ന് പറഞ്ഞിട്ടാണ് ശങ്കരാചാര്യസ്വാമിക്ക് പല സമയത്ത് നടന്നിരുന്നത്. അത്ര ശിവശിവ. ഈ ശിവ എന്ന് പലപ്പോൾ സരിത ചേച്ചിക്ക് പറയും. ഇവിടെ വന്നിരുന്നു ഫസ്റ്റ് ഡേ സരിത അയ്യർ ചേച്ചി പറയാറുണ്ട്, ഈ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നൊക്കെ പറയുന്നതിന് മുമ്പും ഈ ശ്രീ ചേർക്കുന്നത് പോലെ ഒരിക്കലും എന്ത് പറയാറില്ല? ശ്രീ ശിവൻ എന്ന് പറയാറില്ല. കേട്ടിട്ടുണ്ടോ എവിടെയും ശ്രീ ശിവൻ? ഇല്ല. ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ മംഗളം എന്നർത്ഥം. അതിന് മുമ്പ് വീണ്ടും ഒരു മംഗള ശബ്ദം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ക്യാച്ച് പിടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അത് നമ്മൾ പറയാറില്ലേ? ക്യാച്ച് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽമ പാല് എന്നാ പറയാം. മിൽമയും പാലാണ്, പാലും പാലാണ്. ശ്രീ ശിവൻ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം ഉപയോഗിക്കണേ. 2 മംഗള ശബ്ദം ഒരിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശിവൻ എന്ന് പറഞ്ഞാലേ മംഗളം. അതിനെ ആശ്രയിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ പിടിക്കേണ്ട ശക്തി ആണ് അമ്മ ശ്രീ പാർവതി. അപ്പൊ ഈ ശിവശിവ ശിവശിവ എന്ന് പറയുമ്പോ ഇത് രണ്ടും ശിവനല്ലേ എന്ന് കരുതരുത്. ഒരു ശിവ, അടുത്ത വാക്ക് ദീർഘണ്ട്. ശിവ, ശിവേ എന്ന് വിളിക്കുക. അമ്മയാണ്. വിവേകാനന്ദ സ്വാമിക്ക് തന്റെ സാധനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മന്ത്രം അത്രേ ശിവശിവ. നമ്മൾ ഈ ശിവശിവ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം ഉണ്ടാവുമ്പോഴും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, അയ്യോ ശിവശിവ. അത് 2 മഹാദേവന്റെ പദമല്ല. ഒന്ന് മഹാദേവൻ, ഒന്ന് ജഗദംബിക. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ അടുത്ത് കൊല്ലം ഓച്ചിറയിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ ഒരു പ്രഭാഷണമായിട്ട് ബന്ധപ്പെട്ട് 28-ാം ഓണം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓച്ചിറ കാളെ കൊണ്ടുപോകും. നന്ദികേശനാണെന്നാണ് സങ്കല്പം. 2 കാള ഉണ്ടാവും. ഒരു കാള വെളുത്ത വസ്ത്രം കൊടുത്ത് വെളുത്തൊരു കാള, രണ്ടാമത്തെ കാള ചുവന്ന പട്ടൊക്കെ ധരിച്ച് ചുവന്നൊരു കാള. 2 ആരാ? ഒന്ന് മഹാദേവൻ, 2 ശ്രീ പാർവതി. ഒന്ന് പരമമായിട്ടുള്ള പുരുഷൻ, 2 പ്രകൃതി. ആ തത്വമാണ് അവിടെ കാണുന്നത്. പുരുഷനെ അറിയാനാണ് പ്രകൃതി. പരമപുരുഷൻ ഒരാളേ ഉള്ളൂ. അതാരാ? മഹാദേവൻ. രുദ്രം ജപിച്ചാലും പുരുഷ സൂക്തം ചൊല്ലിയൊക്കെ ജപിക്കുന്ന ആ ആത്യന്തികമായിട്ടുള്ള ചൈതന്യം, ഇപ്പൊ വിഷ്ണു എന്ന് വിളിച്ചാലും ശിവൻ എന്ന് വിളിച്ചാലും പരമപുരുഷനാണ്. ആ പരമപുരുഷനെ ആശ്രയിക്കാനാണ് അമ്മയെ കൂടുതൽ പിടിക്കേണ്ടത്. ഒപ്പം കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഒരു ശ്ലോകമുണ്ട്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ടുമുണ്ട്. ഞാൻ നവരാത്രി സമയത്ത് കൂടുതലായിട്ട് പറഞ്ഞിരുന്ന ഭാഗം അതായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അമ്മ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം? സംസ്കൃതത്തില് ആ ശ്ലോകം വരിക ആപത്തിക്കും കരണീയം ആണ്. കേട്ടില്ലേ പാട്ട്? ചിത്ര ചേച്ചി പാടിയൊരു പാട്ടുണ്ട്, ആപത്തിക്കും കരണീയം അമ്മേ. എന്താ അതിന്റെ അർത്ഥം? ആപത്തിക്കും കരണീയം, ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നതാണ് ഉചിതം. എന്താ ഉത്തരായിട്ട് പറഞ്ഞു കൊടുത്തത്? സ്മരണീയം ചരണയുഗളം അമ്പായ ആണ്. അമ്മയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുക. അത് ആപത്ത് വരുമ്പോൾ മാത്രം എന്നാണ് നമ്മൾ കരുതിയത്. അങ്ങനെയല്ല, നിരന്തരമായി അമ്മയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും.
ശിവൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ സമയം നോക്കൂ, അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഭഗവാൻ. അമ്മയെ ബഹുമാനിക്കുന്നവനാണ് മഹാദേവനെ ബഹുമാനിക്കാൻ സാധിക്കുള്ളൂ. മഹാദേവനെ ബഹുമാനിക്കുന്ന ഏതൊരാളും ആത്യന്തികമായിട്ട് ആരെ ബഹുമാനിച്ചോളണം? അമ്മയെ ബഹുമാനിച്ചോളണം. ഒരു മഹർഷിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഈ രാവണനൊക്കെ, അതൊക്കെ അദ്ദേഹത്തിന് പറ്റിയൊരു പ്രശ്നം. അദ്ദേഹം ഭഗവാനെ നമസ്കരിക്കുന്ന സമയത്ത്, രാവണൻ വന്ന് നമസ്കരിക്കുന്ന സമയത്ത്, അത്രയും വലിയ ശിവഭക്തനാണ്, ഞാൻ പറയാതെ അറിയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത്രയും വലിയ ശിവഭക്തനായിട്ടും അദ്ദേഹത്തിന് ഈ ഭേദഭാവം ഉണ്ടായിരുന്നു. എന്ത്? ഭഗവാനെ നമസ്കരിക്കുന്ന സമയത്ത്, മഹാദേവന്റെ അടുത്ത് പോയി നമസ്കരിക്കുന്ന സമയത്ത് വലത്തെ കാലിന് ചേർന്ന് നമസ്കരിക്കത്ര. എന്തിന്? ഇടതുഭാഗം സ്ത്രീയാണ്, സ്ത്രീയെ നമസ്കരിക്കില്ല. വലത്തെ കാലിന്റെ അറ്റത്തേക്ക് ചേർന്ന് നമസ്കരിക്കും. കാരണം പുരുഷനെ മാത്രമേ നമസ്കരിക്കുള്ളൂ, അമ്മയെ നമസ്കരിച്ചില്ല. വേറൊരു മഹർഷി ഒരിക്കലും ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന, അദ്ദേഹം വന്ന സമയത്ത് മഹാദേവനും അമ്മയും ഒരുമിച്ചിരിക്കുക അത്ര. അദ്ദേഹത്തിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത്? സ്ത്രീകളെ അംഗീകരിക്കാനുള്ള മടി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വണ്ടിന്റെ രൂപം എടുത്ത്, പ്രദക്ഷിണം വെച്ച അമ്മയെ കൂടി പ്രദക്ഷിണം വെക്കണമല്ലോ എന്ന് കരുതി ആ മടി കൊണ്ട് ഒരു വണ്ടിന്റെ രൂപം എടുത്തിട്ട് ഭഗവാന്റെ കാലിന്റെ ഇടയിൽ കൂടെ കടന്ന് കറങ്ങാൻ തുടങ്ങിയത്. അമ്മ നോക്കിയ സമയത്ത് അയാളുടെ ശരീരം പോയിന്ന. കാരണം ഈ ശരീരം അമ്മയാണ്. നീ ഈ കാണുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ സംസാരിക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരം ദേവിയാണ്. ഇതിനകത്തിരിക്കുന്ന ആത്മാവ് പറയൂ ആരാ? ശിവൻ. ശിവൻ. പ്രകൃതി പുരുഷ ഐക്യം തന്നെയാണ് നമ്മുടെ ഈ ശരീരവും. ശരീരം അമ്മ, അകത്തിരിക്കുന്ന ആത്മാവ് ശിവൻ. ശരീരത്തെ നോക്കാത്തവനും ആരെ നിന്ദിക്കുന്നതിന് തുല്യ? അമ്മയെ നിന്ദിക്കുന്നതിന് തുല്യ. അതുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ സഹായം കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, പാശുപത നേരത്തെ പറഞ്ഞു, സാമ്പനായിട്ടാ വന്നത്, അമ്മയോട് കൂടി ശിവയിലേക്ക് കണ്ടിട്ടില്ലേ? നമ്മുടെ അവിടുത്തെ പോലെ ആനയൊന്നുമില്ല, വേണം രഥം അല്ലെങ്കിൽ അർച്ചകൻ, അദ്ദേഹം ശിരസിലെടുക്കും. ഈ മൂകാംബിക അമ്മയുടെ അർച്ചക വിഗ്രഹം എന്ന് വെച്ചാൽ അമ്മയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ആ മരതക കല്ലൊക്കെ പതിച്ചൊരു വിഗ്രഹം നിങ്ങളൊക്കെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ തലയിലേക്ക് നടക്കുന്ന വിഗ്രഹം. ഈ വിഗ്രഹം തൊടണമെങ്കിൽ, ഈ വിഗ്രഹം കയ്യിലെടുക്കണമെങ്കിൽ അമ്മയുടെ ആ ചൈതന്യത്തെ ആവാഹിച്ച് തൻ്റെ ശിരസിലേക്ക് വെക്കുന്ന ആൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അത് വേദം പഠിച്ചതുകൊണ്ടോ പൂജാതി കർമ്മങ്ങൾ അറിയാവുന്നതുകൊണ്ടോ മാത്രം പോരാ. ഇപ്പൊ അവിടെ ഒരു കുടുംബം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് താഴ്മൺ കുടുംബത്തിൽപ്പെട്ട തിരുമേനിമാരാണ് ഭഗവാന്റെ തന്ത്രി സ്വാമിയുടെ. പുഴക്കര ചേന്നാസിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഗുരുവായൂരപ്പന്റെ തന്ത്രി. അതുപോലൊരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടും അമ്മയെ തൊടാൻ പറ്റില്ല. ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ കൂടെ വേണം. ഉപനയനൊന്നും അല്ലാതെ. എന്ത് കേട്ടിട്ടുണ്ടോ? മൂകാംബിക പോയ ആൾക്കാർക്ക് അറിയാം. കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച ആൾക്കാർക്ക് തൊടാൻ പറ്റും. ഞാൻ ഇത്തവണ പോയ സമയത്ത് സുബ്രഹ്മണ്യ അടിക അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോട് പോയി ചോദിക്കൂ എന്താണ് അമ്മയെ തൊടാനുള്ള അധികാരം. ഇപ്പോഴുള്ള ആൾ എന്നോട് പറഞ്ഞത് 21ാമത്തെ വയസ്സിൽ അദ്ദേഹം കല്യാണം കഴിച്ചു എന്നാ. എന്തിന്? അച്ഛന് വയ്യാണ്ടായി. അച്ഛന് വയ്യാണ്ടായപ്പോ അടുത്ത ആൾ ഇദ്ദേഹത്തിന് വിഗ്രഹം പോയി എടുക്കാൻ പറ്റില്ല. വിഗ്രഹം എടുക്കണം, എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. പ്രകൃതി എന്തെന്നും പുരുഷൻ എന്തെന്നും മനസ്സിലാക്കിയവർക്കാണ് ആ ആത്യന്തികമായിട്ടുള്ള പ്രകൃതിയും പുരുഷനും അപ്പുറത്തുള്ള, നമ്മൾ നാരായണത്തിലൊക്കെ പറയുന്നുണ്ടോ, ബ്രഹ്മതത്വം, അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ബ്രഹ്മാണ് പ്രകൃതിയെയും പുരുഷനായിട്ട് നമുക്ക് വേണ്ടി മാറിയത്. ആ പ്രകൃതി പുരുഷ ഐക്യം തന്നെയാണ് ശിവപാർവതി, അത് തന്നെയാണ് രുക്മിണിയും കൃഷ്ണനും, അത് തന്നെയാണ് രാധയും കൃഷ്ണനും, അത് തന്നെയാണ് സീതയും രാമനും ഒക്കെ ഒന്നെ. ആ ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള അവസരം നമ്മൾ ചിദംബരത്തിൽ നിന്നാണ് തുടങ്ങിയത്. ശൂന്യതയിലും പഞ്ചഭൂതങ്ങളിലും ഉള്ളത് ഞാൻ തന്നെ. ഭഗവാന്റെ വിഗ്രഹം നടരാജ രൂപത്തിലാണ്. ഭഗവാനെ ആരാധിക്കാൻ ഏറ്റവും പറ്റിയ സമയത ശിവനെ ആരാധിക്കാൻ. അങ്ങനെ എന്നെ സമയം നോക്കണമെന്നില്ല ഭഗവാനെ ആരാധിക്കാൻ, നമഃശിവായ ചൊല്ലാൻ, ഇതിലൊന്നും സമയം നോക്കണമെന്നില്ല. പക്ഷെ എങ്കിലും ഭഗവാനെ ആരാധിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായിട്ട് കണക്കാക്കുന്ന ഏതാ? സന്ധ്യ, പ്രദോഷം. ഏറ്റുമാനൂരപ്പൻ അഘോരമൂർത്തി നല്ല പ്രദോഷ പൂജന അവിടെ. ഭാഗവതത്തില് ഇതപ്പോ ഒരു സിനിമയൊക്കെ ഇറങ്ങി, നരസിംഹാവതാരത്തെ കുറിച്ചിട്ട് ഒരു ആനിമേഷൻ, ചില കുട്ടികളും കണ്ടിട്ടുണ്ടാവും. ഈ കശ്യപനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്ന അസുരമാതാവ് പറയുന്നുണ്ട്, എനിക്കിപ്പോ കാമപൂർത്തീകരണം നടത്തണം എന്ന് പറയുമ്പോ കശ്യപൻ അതിഥിയോട് പറയുന്ന വാക്കുകളുണ്ട്, ഈ സമയം പ്രദോഷ സമയമാണ്, ഇത് പുത്രോത്പാദനത്തിന് പറ്റിയ സമയമല്ല, ഈ സമയത്ത് മഹാദേവൻ ഭൂതഗണങ്ങളോടുകൂടി സഞ്ചരിച്ച് താണ്ഡവമാടുന്ന സമയമാണ്, ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്.
അല്ലാണ്ട് ഇമാതിരി പ്രായങ്ങൾക്കുള്ള സമയമല്ല എന്ന് പറയാം. ആ സമയത്ത് നിർബന്ധിച്ച് കശ്യപനിൽ ഒരു കുട്ടി ഉണ്ടാവും. കുട്ടിയോ ഒന്നല്ല രണ്ടുപേരും. അതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ആ സമയത്ത് ഭഗവാനെ ആരാധിക്കുന്നതിന് പകരം കാമചിന്തകളിലേക്ക് തിരിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ഭാഗവതം പറഞ്ഞത്. ഞാൻ തുടങ്ങിയപ്പോഴും പറഞ്ഞു, പാശുപത വ്രതം, ഒരു സന്താനോൽപാദനത്തിന് കൃത്യമായിട്ടുള്ള സമയം നോക്കുന്ന രീതിയൊക്കെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു, ബ്രാഹ്മമുഹൂർത്തം ഉൾപ്പെടെ. ഇന്ന് നിങ്ങൾക്ക് കാണാം ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുമാരെയൊക്കെ. സംശയം ഉണ്ടെങ്കിൽ ഉറക്ക നാരായണ എന്ന് ജപിക്കുക എവിടെയെങ്കിലും നിന്നിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരാൾ എന്ത് സ്വഭാവമാണിത്, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കണ്ടുകൂടെ, ഒന്ന് പതുക്കെ ജപിച്ചുകൂടെ, നിങ്ങൾ മിണ്ടാതിരുന്നുകൂടെ, നിങ്ങൾ പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ആരുണ്ട്? ഹിരണ്യകശിപുണ്ട്. ഇത് എവിടെയും പോയിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആലോചിക്കുക, ഈ കുട്ടിയൊക്കെ ഏത് സമയത്താണ് ഉണ്ടാവുക? അതാണ് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു ജീവിതം എങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോണം എന്നുള്ളത് പഠിപ്പിച്ചെന്നുള്ള ആൾക്കാരാണ് മഹാദേവനും ശ്രീപാർവതിയും ഗുരുവായൂരപ്പനൊക്കെ. ഇതൊക്കെ എന്തോ എല്ലാം ഇട്ടെറിഞ്ഞു പോയിട്ടുള്ള ആൾക്കാർ. നോക്കൂ, ഭഗവാനല്ലേ ഏറ്റവും വലിയ ഗൃഹസ്ഥൻ. ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ ഗൃഹസ്ഥനും ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ യോഗിയും ഒരാളാണ്. ഭഗവാന് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കില്ലേ? കാരണം ഭഗവാൻ നമ്മളോട് പറയുന്നത് ഞാൻ നീ ഒന്നാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ സാധിക്കുക? കുടുംബമായി ഇരുന്നുകൊണ്ട് തന്നെ ഏറ്റവും വലിയ യോഗിയായിട്ടിരിക്കുന്നു. രണ്ടും ഭഗവാനെ വിളിക്കുക. സുന്ദരേശ്വരൻ എന്ന് വിളിക്കുന്നതും ഭഗവാനാണ്, ഏറ്റവും വിരൂപനായിരിക്കുന്നതും ഭഗവാനാണ്. അമ്മ മേന ഭഗവാൻ ഈ കല്യാണം കഴിക്കാനായിട്ട് ഈ കൂറ്റൻ കാളയുടെ പുറത്ത് വരുന്ന സമയത്ത് ആ രൂപം കണ്ട് പേടിച്ച് ബോധം കിട്ടു വീണതാണ്. എണീക്കുമ്പോ ഭഗവാനെ കാണുമ്പോൾ ഭയന്ന് വീഴാണ്. ആ സമയത്താണ് മഹാവിഷ്ണുവിന്റെ ആജ്ഞപ്രകാരം, ഭഗവാന്റെ ഇച്ഛപ്രകാരം, ഭഗവാന്റെ അഭ്യർത്ഥന പ്രകാരം 16 വയസ്സുള്ള ഒരു കുമാരനായിട്ട് ഭഗവാന്റെ രൂപം മാറുന്നത്. സുന്ദരേശ്വരൻ എന്നാ വിളിക്കുക. ലോകത്ത് വെച്ചിട്ട് ഒരു 100 കോടി കാമദേവന്മാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ഭംഗി ഉണ്ടാവും? അതിനും അപ്പുറത്തേക്കുള്ള ഭംഗി സുന്ദരേശ്വരൻ. പരമസുന്ദരൻ. തലപ്പാവ് ധരിച്ച് അതിന്റെ മുകളിൽ ഒരു തൂവലൊക്കെ വെച്ചിട്ടായിരിക്കുക. മീനാക്ഷി, മധുര മീനാക്ഷി അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം സുന്ദരേശ്വരന്റെ പ്രതിഷ്ഠ അവിടെ. ആത്യന്തികമായിട്ട് ചിദംബരത്തിലിരിക്കുന്ന ആ ഭഗവാൻ, ഈ പറഞ്ഞ കാളഹസ്തിയിലിരിക്കുന്ന ഭഗവാൻ, അരുണാചലത്തിലിരിക്കുന്ന ഭഗവാൻ, ഏറ്റുമാനിലിരിക്കുന്ന ഭഗവാൻ, വൈക്കത്തിരിക്കുന്ന ഭഗവാൻ, ഇവിടെ നമ്മുടെ ചോദിച്ചമ്പലത്തിലുള്ള ഭഗവാൻ, ഇവരൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളിലുള്ള എന്നെ തിരിച്ചറിയും. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഈ പുരുഷാർത്ഥം തന്നെ ഭഗവാന്റെ കാരുണ്യാണെന്ന് ഞാൻ പറയാം. നോക്കൂ, ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് ഭഗവാന്റെ പ്രതീകമായിട്ടുള്ള ധർമ്മം എവിടെ കാണാൻ സാധിക്കും? ഇപ്പൊ നേരത്തെ കോച്ചിറെ പറഞ്ഞ അതേ കാര്യമാണ്. ഈ കാള എന്ന് പറയുന്നത് എന്തിന്റെ സങ്കല്പ? ധർമ്മാണ്. ഭാഗവത്തിൽ നിങ്ങൾ നോക്കൂ, കലിപുരുഷൻ ഒരു കാളയുടെ രൂപത്തിലുള്ള ധർമ്മത്തെ ഉപദ്രവിക്കുന്ന രംഗം ഭാഗവത്തിൽ പറയും. കാള എപ്പോഴും ധർമ്മത്തിന്റെ പ്രതീക. ഭഗവാൻ സഞ്ചരിക്കുന്നത് കാളയുടെ പുറത്താന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഭഗവാൻ ധർമ്മത്തിലാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ പുതുക്കി പണിത സമയത്ത് ഒരു ചെങ്കോൽ, ഒരു കോല് വെക്കുന്നുണ്ട് പരിപാടി ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ? അതിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. അതിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആരാ? കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ പോയി നോക്കുക. ആ ചെങ്കോലിന്റെ യോഗദണ്ഡിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് നന്ദികേശനാണ്, നന്ദിയാണ്. അതെന്തിനാ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ആ ധർമ്മമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നോക്കാനാ. ഇവിടെ ഇരിക്കുന്ന ഈ 540 ആൾക്കും അത് കാണുമ്പോൾ ഓർമ്മ വരണം, എന്ത്? നന്ദി, ധർമ്മം. ഭഗവാൻ ഇരിക്കുന്ന ധർമ്മത്തിന് മുകളിലാണ്. ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കേണ്ടത്. നന്ദി ഭഗവാന്റെ ധർമ്മസ്വരൂപത്തെ കാണിച്ചു തരുന്നു. ഈ രണ്ടെണ്ണം ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, അർത്ഥവും കാമവും. പല ആൾക്കാരുടെയും വിചാരം ശിവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈസ ഒന്നും കിട്ടില്ല എന്നാ. പൈസ ഉള്ള ആള് ഗുരുവായൂരപ്പൻ എന്ന വിചാരം. മഹാദേവനെ പ്രാർത്ഥിച്ച് ധനം ഉണ്ടാവണം, അത്ര വേറെ ആഹാരം പ്രാർത്ഥിച്ചാലും ഉണ്ടാവില്ല കേട്ടോ. മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ധനത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. ഏത് ധനം? 2 ധനവും, ആധ്യാത്മികമായിട്ടുള്ള ധനവും ഭൗതികമായിട്ടുള്ള ധനവും, രണ്ടും ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. എനിക്ക് സമയമില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് 12:30 വരെ. കുറച്ചധികം സമയം ഞാൻ എടുത്തോട്ടെ, 12:45, 12:50 വരെ. താങ്ക് യു. ഒരു കള്ളൻ പണ്ട് ഒരു ക്ഷേത്രത്തിൽ കക്കാൻ കയറി, ഒരു ശിവക്ഷേത്രത്തിൽ. അപ്പൊ അവിടെ ഒരു ദീപസ്തംഭത്തിൽ കുറച്ച് വിളക്കുകൾ ഉണ്ടായിരുന്നു. ആ വെളിച്ചത്തിലാണ് ഇയാൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. പഴയ കാല, ഒരുപാട് പണ്ട്. അപ്പൊ അദ്ദേഹം ഈ സ്വർണ്ണപാത്രങ്ങളും ഭഗവാന്റെ ആഭരണങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതികഠിനമായിട്ടുള്ളൊരു കാറ്റടിക്കുകയും അതികഠിനമായിട്ടുള്ളൊരു മഴ പെയ്യുകയും ചെയ്തിട്ട് ഈ വിളക്കൊക്കെ കെട്ടുപോയി. ദീപസ്തംഭത്തിലെ വിളക്കൊക്കെ പോയി. അപ്പൊ ഇയാൾക്ക് കക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കണമെന്ന് അറിയണം. അത് എവിടെയെന്ന് അറിയണമെങ്കിൽ വെളിച്ചം വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു തിരിയെങ്കിലും കത്തിക്കാം.
അപ്പൊ അവിടെ നോക്കിയപ്പോ 2 കല്ലോ എന്തോ ഒരു സാധനം കിട്ടി. ഇത് ഒരയ്ക്കുക, തീ ഉണ്ടാവുമ്പോ കത്തിക്കുക. ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒന്നാമത് ഇത് നനഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഇത് കത്തുന്നില്ല, ഇടയ്ക്ക് ഇത് കത്തും. അപ്പൊ എന്ത് ചെയ്യും? ഈ വിളക്കിന്റെ ദീപസ്തംഭത്തിൽ ഒരു തിരിയിൽ ഇത് കൊളുത്തും. ആ സമയത്ത് ആ ദീപസ്തംഭം കത്തും, അത് പിടിക്കും. ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും കാറ്റടിക്കും, പിന്നെ ഇങ്ങോട്ടും. പിന്നെ ഇയാൾ കിടന്ന് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും, കത്തും. ഇയാൾ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ സാധനം കത്തിക്കും, എടുക്കും, പിന്നെയും കെടും. കൊളത്തുന്നു, കെടുന്നു, പിന്നെയും കൊളത്തുന്നു, കെടുന്നു. ഇങ്ങനെ കൊളത്തി കെട്ട് ഏതോ ഒരു സമയത്ത് ഇത് കത്തി. ആ കത്തിയ വെളിച്ചത്തിൽ കണ്ടു എന്ത്? സ്വർണ്ണപാത്രം എവിടെ വെച്ചിരിക്കണമെന്നല്ല, നിങ്ങളൊക്കെ നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ പാടി കേൾക്കുന്ന ആ ഭഗവാന്റെ രൂപം, ആ ചന്ദ്രശേഖരനായിട്ടുള്ള നാഗഭൂഷിതനായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം കണ്ടു. പ്രത്യക്ഷ ഭഗവാൻ കക്കാൻ വന്ന ആൾക്കാരെ നോക്കി ചിരിക്കുന്ന ആളാരെങ്കിലും ഉണ്ടാവുമോ? കാരണം ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു കളവ് എന്ന് പറയുന്നത് എന്താ? സ്വന്തം പ്രാണനെ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളത്, അല്ലെ? പ്രാണനെ മോഷ്ടിക്കും. ഭഗവാൻ സംഹാരത്തിലെ ദേവനാണ്. ഭഗവാൻ ഒരു കള്ളനെ നോക്കിയിട്ട് ഭഗവാൻ ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എന്തിന്? നീ എനിക്ക് ഒരു തിരിയെങ്കിലും കത്തിച്ചല്ലോ, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. അതാണ് ശിവൻ. അല്ലാണ്ട് ശൂലം പിടിച്ച് നിൽക്കുന്ന ഒരാളല്ല. സ്വന്തം സ്വത്ത് മോഷ്ടിക്കാൻ വന്ന കള്ളനോട് നീ എനിക്ക് ഒരു തിരി കത്തിച്ചല്ലോ, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച മഹാദേവൻ ഒരു ഭാഗത്ത്. നേരെ മറിച്ച് ഭഗവാന്റെ മക്കൾക്ക് ആ സ്വഭാവം ഉണ്ട് എന്ന് കരുതരുത്. പ്രത്യേകിച്ച് ശാസ്താവിന്. മോഷ്ടിക്കുന്നവരൊക്കെ കൊണ്ടേക്കോളൂ, എനിക്കിതൊന്നും വേണ്ട, ആ ഏർപ്പാട് ഭഗവാനില്ല. ഭഗവാൻ ശാസ്താവാണ്, ശാസിച്ച് പഠിപ്പിക്കുന്നവർ. നല്ല അടി കിട്ടും. ശാസിച്ച് പഠിപ്പിക്കുന്നവരെന്നാ പദത്തിന്റെ അർത്ഥം. ഭഗവാന്റേതായിട്ടുള്ള ഭഗവാന്റെ സ്വത്തിന്റെ ആവശ്യമില്ല. ഭഗവാന്റെ ഭക്തർക്ക് നന്മ ഉണ്ടാവാനാ ഭഗവാന്റെ സ്വത്ത്. ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? മഹാദേവൻ ഈ കള്ളനെ അനുഗ്രഹിച്ചു. നീ എനിക്ക് ഒരു തിരി കത്തിച്ചല്ലോ, നീ എന്നെ ഇരുട്ടിലാക്കിയില്ലല്ലോ, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, അടുത്ത ജന്മം നീ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ധനികനാവട്ടെ. ഇത് ആരുടെ കഥയാ? ഇദ്ദേഹമാണ് അടുത്ത ജന്മത്തിൽ വൈശ്രവണനായത്. വൈശ്രവണൻ ആരാ? കുബേരൻ. ഈ ലോകത്തുള്ള മുഴുവൻ ധനങ്ങളും ആരുടെ അനുഗ്രഹം കൊണ്ടുണ്ടായി? കുബേരന്. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായി. എന്തിന്? കക്കാൻ പോയിട്ട് വിളക്കത്തിച്ചേരും. അതാണ് ശിവ. അതുകൊണ്ട് ഭഗവാൻ ധർമ്മ അർത്ഥത്തിൽ നിങ്ങൾ കുബേരനെ എടുത്തോളൂ. കുബേരനാവുന്ന ഭഗവാന്റെ ഭക്തൻ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കൊടുത്ത് അനുഗ്രഹിച്ചു. ലോകത്തുള്ള സകല നിധിയും, ശംഖനിധി, പത്മനിധി, ഇതൊക്കെ ആരുടെ കയ്യിലുള്ളത്? കുബേരന്റെ കയ്യിലുള്ളത്. ഇത് ആരാ കൊടുത്തത്? മഹാദേവൻ. അളകനന്ദയ്ക്ക് അടുത്ത് ഭഗവാൻ കൈലാസത്തിൽ വന്ന് താമസിച്ചത് പോലും കുബേരന്റെ അടുത്തിരിക്കട്ടെ, ഭഗവാന്റെ വീട് കരുതിയതാണ്. അമ്മയും ശ്രീപാർവതി കൂട്ടി ഭഗവാൻ, നമ്മളൊക്കെ പോയല്ലേ ഔട്ടിങ്ങിന്, ഫാമിലി ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോവില്ലേ? അതുപോലെ ഭഗവാൻ സ്വയം മഹാദേവൻ അമ്മയെ കൂട്ടി മക്കളെ കൂട്ടി ഔട്ടിങ്ങിന് പോണ, ഗൃഹസന്ദർശനത്തിന് പോണ ഒരേ ഒരാള് കുബേരൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉണ്ണി ഗണപതിക്ക് കുറച്ച് ഊണ് കൊടുക്കാന്നൊക്കെ കുബേരൻ പറഞ്ഞ കഥയൊക്കെ. അത്ര അടുത്ത ഫ്രണ്ടായിരുന്നു. കുബേരന്റെ അനിയനം കാമം. ഞാൻ പറഞ്ഞു ധർമ്മ അർത്ഥം. ധർമ്മം കൊണ്ട് നന്ദികേശ്വര സ്വാമി, കാമം കൊണ്ട് അർത്ഥം കൊണ്ട് കുബേരൻ വൈഷ്ണവൻ. കാമം കൊണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാമല്ലേ? എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം. അത് കിട്ടിയ ഒരാളുണ്ട്, മഹാശിവഭക്തൻ. അദ്ദേഹത്തിനൊന്നും പേര് പറയാണ്ട് മഹാദേവനെ കുറിച്ച് സ്മരിക്കാൻ സാധിക്കില്ല. ആര്? സാക്ഷാൽ രാവണൻ. ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിവഭക്തന്മാരുടെ ഒരാളായിരുന്നു. പക്ഷെ എന്തുണ്ടായി? എന്റെ മാത്രം ഭഗവാൻ എന്നുള്ളൊരു ഈഗോ വന്നു. എനിക്ക് മാത്രം മതി ഭഗവാനെ. മഹാദേവനോട് ഞാൻ പറയുന്നതിൽ കുറച്ചധികമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കെങ്കിലും, ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ടുള്ള ചേലപ്പറമ്പ് നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥയൊക്കെ ഗുരുവായൂർ ഭക്തരൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചെന്നൊക്കെ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം വലിയൊരു കവിയായിരുന്നു. അദ്ദേഹം എഴുതിയൊരു വാക്കുണ്ട് മഹാദേവനെ കുറിച്ച്. അത് അക്ഷരാർത്ഥത്തിൽ ശരി. അദ്ദേഹം മഹാദേവനെ കുറിച്ച് എഴുതിയത് മുഷ്കേ നിന്നോട് നല്ലു എന്നാണ്. മുഷ്കേ നിന്നോട് നല്ലു. എന്താ അതിന്റെ അർത്ഥം? നിന്നോട് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നന്നായിട്ട് പ്രവർത്തിക്കണം. ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ മഹാദേവന്? കഠിനമായിട്ട് അധ്വാനിക്കുന്നവരെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ വേറെ ആരുമില്ല. എല്ലാം തരണേ ഭഗവാനെ എന്ന് പറയുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം അധ്വാനിക്കുന്നവരെയാണ്. ഒരു കാര്യം ഭഗവാൻ നമുക്ക് ഇങ്ങോട്ട് തരണം എന്ന് തോന്നണത്രേ, ഇന്നലത്തെ ഭഗവാൻ തരുള്ളൂ. നോക്കൂ, അർജുനൻ
എപ്പോഴെങ്കിലും പോയിട്ട് ഭഗവാനോട് തപസ് ചെയ്തു? ഭഗവാനെ തപസ് ചെയ്തിട്ടാണോ അർജുനന് പാശുപതം കിട്ടിയത്? ആണോ? അല്ല. ഭഗവാനെ യുദ്ധം ചെയ്തു ഭഗവാനുമായിട്ട്. തന്റെ വീര്യത എന്തെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ കൊടുത്തു, എടുത്തോ. ഇനി അടുത്ത ആൾ ഞാൻ പറഞ്ഞു, രാവണൻ കൈലാസം എടുത്ത് ഉയർത്തി കാണിച്ചു കൊടുത്തു, എന്നെ കൊണ്ട് സാധിക്കും. അപ്പഴാ കൊടുത്തത് ചന്ദ്രഹാസം. അല്ലാണ്ട് നീ എന്റെ വലിയ ഭക്തനല്ലേ എന്നാ പിടിച്ചൊന്നും കൊടുത്തില്ല. ചന്ദ്രഹാസം കൊടുത്ത എപ്പോഴാ? കൈലാസം മുക്കി കാണിച്ചു കൊടുത്തു, ദാ ഭഗവാൻ എനിക്കത് വാങ്ങാനുള്ള ശേഷിയുണ്ട്. അപ്പഴാ കൊടുത്തത്. നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഭഗവാന് ബോധ്യപ്പെടണം. ഭഗവാൻ ആ വരം തന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. അത് ഭഗവാനെ കൊണ്ട് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പൊ എന്തെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ അറിയാം അതിപ്പോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ താങ്ങില്ല. കറക്റ്റ് സമയത്ത്, കൃത്യമായിട്ടുള്ള സമയത്ത് തരും. അതുകൊണ്ട് രാവണൻ കാമങ്ങൾ മുഴുവൻ നോക്കൂ. ഭഗവാന്റെ ആയുസ്, ഭഗവാൻ വരണ വായില്ല. രാവണന്റെ ആയുസ്സായിട്ട് പറയുക 20,000 വർഷാത്ര. 20,000 വർഷത്തിൽ അദ്ദേഹം എത്രയോ ദുഷ്ടതരം ചെയ്തു. അദ്ദേഹത്തിന് കിട്ടിയ ശാപങ്ങളുടെ കണക്കില്ല. സകല മനുഷ്യരും, കുരങ്ങന്മാരും, നന്ദികേശനും, ഒരു പത്മാവതി എന്ന് പറഞ്ഞൊരു കുട്ടിയും, സീതയുടെ പുനർജന്മം, ഒക്കെ ശപിച്ചിട്ടുണ്ട്. എത്ര ശാപ കിട്ടിയത്. ഇപ്പൊ പറയുന്നത് രാവണൻ ഭയങ്കര ഗ്രേറ്റാ. രാവണൻ ഗ്രേറ്റ് ആണ്, പക്ഷെ അദ്ദേഹത്തിന് കുറെ തിന്മകളുണ്ടായിരുന്നു. രാവണ പ്രഭുവൊക്കെ റിലീസായ സമയം, ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ. ഇപ്പൊ രാവണൻ ഒരേ സമയം ഗ്രേറ്റ് ആണ്, പക്ഷെ അദ്ദേഹത്തിന് തിന്മയുണ്ടായിരുന്നു. അതുകൂടെ അഡ്മിറ്റ് ചെയ്യുക. രാവണനെ അറിയുള്ളൂ, രാമനെ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ജീവിക്കുന്ന സമയമാണ്. അതല്ല നമുക്ക് വേണ്ടത്. രാമനും രാവണനും ഈ ധർമ്മത്തിന്റെ 2 കോണുകളാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സനാതന ധർമ്മം. അങ്ങനെയുള്ള രാവണന് ഇത്രയധികം ശാപം കിട്ടിയിട്ടും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും നേരിടാൻ പറ്റാതെ പോയത്, അദ്ദേഹത്തെ കാര്യമായിട്ട് എഫക്ട് ചെയ്യാണ്ട് പോയത് ഒറ്റ കാരണം കൊണ്ടാണ്. എന്ത്? നിത്യേനയുള്ള ശിവഭജനം. ശിവനെ പ്രാർത്ഥിച്ചു. മഹാദേവൻ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആയിരുന്നു. ആ മഹാദേവനെ പ്രാർത്ഥിച്ചുണ്ടാക്കിയിട്ടുള്ള ആ കവചമായിരുന്നു എല്ലാത്തിനും സംരക്ഷിച്ചുകൊണ്ടേയിരുന്നിരുന്നു. മഹാദേവനായിരുന്നു രക്ഷിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഭഗവാനെ ഭജിക്കുന്ന ആളുകൾക്ക് നോക്കൂ, നിങ്ങൾ ഇപ്പൊ എത്ര പേര് ഗുരുവായൂർ ബാണയുദ്ധം കൃഷ്ണാട്ടം കണ്ടിട്ടുണ്ടോ? കണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈ പൊക്കൂ. അറിയില്ല. എപ്പോഴെങ്കിലും നമുക്ക് ഇവിടുന്ന് പോയി കാണാം. ബാണന്റെ മകളായിട്ടുള്ള കുട്ടിയെ വിവാഹം കഴിക്കാൻ ഭഗവാന്റെ ഒരു പൗത്രം ചെല്ലും. ബാണം പിടിച്ച് കെട്ടിയിടും. ഇപ്പൊ ദ്വാരകയിൽ നിന്ന് ഭഗവാൻ സ്വയം ഇദ്ദേഹത്തെ, ബാണനെ ആക്രമിക്കാനായിട്ട് ഭഗവാൻ ബലവരാമനോട് കൂടിയിട്ട് യുദ്ധം നയിക്കും. ബാണന്റെ കൊട്ടാരത്തിലേക്ക്, ബാണന്റെ രാജധാനിയിലേക്ക്. ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് വരുള്ളൂ പറയുക. ബാണൻ പോയിട്ട് ആശ്രയിക്കുന്ന ആരെയാണ്? മഹാദേവനെയാണ്. ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്തു എന്നാണ് ബാണാസുര യുദ്ധത്തിൽ, ബാണയുദ്ധത്തിൽ. ബാണന്റെ ഭാഗത്ത് മഹാദേവൻ, അപ്പുറത്ത് കൃഷ്ണൻ. ഗംഭീരമായിട്ടുള്ള സ്തുതിയുണ്ട്, ശങ്കരനാരായണ സ്തുതി. മാനവേദ കൃഷ്ണാട്ടം എഴുതിയാണ്. 2 ഒന്നാണെന്ന് ബോധ്യപ്പെടാൻ കൃഷ്ണാട്ടത്തില് ബാണയുദ്ധം മാത്രം കണ്ടാൽ മതി. ഒരിക്കലും തോന്നില്ല നമ്മുടെ നല്ല ഈ അടി ഉണ്ടല്ലോ, മമ്മിയൂരപ്പനാണോ വലുത്, ഗുരുവായൂരപ്പനാണോ വലുത്, അതോടുകൂടി തീർന്നു കിട്ടും. മഹാദേവനെ വിളിച്ചാലും ഗുരുവായൂരപ്പാന്ന് വിളിച്ചാലും ചെല്ലു ചേരുന്നത് ഒരു സ്ഥലത്തേക്കാണെന്നുള്ള ബോധം കൃത്യമായിട്ട് ഉണ്ടാവും. ബാണയുദ്ധം കൃഷ്ണാട്ടം കണ്ടാവും. നോക്കൂ, തന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആള് മഹാവിഷ്ണു, എന്നിട്ട് പോലും തന്റെ ഭക്തന് വേണ്ടി അയാളോട് യുദ്ധം ചെയ്യുന്ന ഒരാള് മഹാദേവൻ. ആർക്ക് സാധിക്കും? അപ്പൊ ഇങ്ങനൊരു ഭഗവാനെയാണല്ലോ നമുക്ക് നമ്മുടെ ദേശനാഥനായിട്ട് കിട്ടിയത്. ഇങ്ങനൊരു ഭഗവാന്റെ കഥയാണല്ലോ ഈ 11 ദിവസം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് എന്ന് ഓർത്തു നോക്കൂ. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ, ഇങ്ങനൊരു ശിവനെ കിട്ടിയല്ലോ. ആ ശിവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നുള്ള ആ ബോധം ഈ യജ്ഞത്തിന്റെ സമാപന സമയത്ത് നമുക്ക് ഉണ്ടാവട്ടെ. ഈ 2 ദിവസം ശിവനല്ലാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാവരിലും ഉള്ളത് ഒരേ ശിവൻ തന്നെയാണ്. അതിന്റെ പരമമായിട്ടുള്ള മൂർത്തിയെ നമ്മൾ മഹാദേവൻ എന്നും സദാശിവൻ എന്നൊക്കെ വിളിക്കുന്നു. അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ. നമുക്ക് ഗുരുവായൂരപ്പൻ ഉണ്ടാവാൻ പോലും അമ്മയോപ്പനുള്ള കാരണം സ്വയം സ്ഥലം മാറിക്കൊടുത്തു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി അപ്പുറത്ത് ചെന്നിരുന്നിട്ട് ഗുരുവായൂരപ്പനോട് പഠിക്കുന്നോളം പറയും. നമുക്ക് ഭഗവാനെയാണ് വിളിക്കുന്നത്. എന്ത്? ത്യാഗരാജൻ എന്നാ വിളിക്കുക ശിവനെ. ത്യാഗരാജൻ. ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആർക്കും വേണ്ടാത്തത് മാത്രം എടുത്ത് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും കൊടുക്കുന്ന ഒരാള്. എല്ലാവരാലും ഉപേക്ഷിപ്പിക്കപ്പെട്ട മനുഷ്യർക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരാൾക്ക് അഭയസ്ഥാനായിരുന്നു കാശി. ഇന്നും കോട്ടയത്താണുള്ളത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടാലും
ആരൊക്കെ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് 3 നേരം ഭക്ഷണത്തിന് മുട്ടുവരില്ല എന്ന് പറയുന്ന അന്നദാന പ്രഭുവായിട്ടുള്ള വൈക്കത്തപ്പന്റെ നാടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂരും പറഞ്ഞു, ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ മഹത്വം എന്താ? മഹാദേവന്റെ ഏറ്റവും വലിയ മഹത്വം എന്താ? ആർക്കും വേണ്ടെന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ട കുറെ മനുഷ്യരുണ്ട് ഗുരുവായൂരും. എല്ലായിടത്തും ഉണ്ടാവും. പണ്ടൊക്കെ ആണെങ്കിൽ അറിയായിരുന്നു, ഇപ്പൊ വരാം, ഇവിടെ നിന്നോളൂ, തൊഴുതിട്ട് വരാന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും പ്രായമായ അമ്മമാരെ കൊണ്ട് വരും. ആ നടക്കൽ നിർത്തും, പാൽപ്പായസം വാങ്ങിയിട്ട് വരാം, ഇവിടെ തന്നെ നിൽക്കണേന്ന് പറയും. അമ്മ പാവം അവിടെ തന്നെ നിൽക്കും. പിന്നെ ജീവിതത്തിൽ ആ മക്കളെ കാണില്ല, അവിടെ നിർത്തിയിട്ട് പോകും. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർക്ക് 3 നേരം മുടങ്ങാതെ അവരുടെ വിശപ്പിന്റെ വിളി അറിയുന്ന ആൾക്കാരാണ് മഹാദേവനും ഗുരുവായൂരപ്പനൊക്കെ. അതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വം. അല്ലാണ്ട് കാളകൂടം കുടിച്ചതും പാമ്പിന്റെ മുകളിൽ ഡാൻസ് കളിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിലുള്ള ഭഗവാനെ തിരിച്ചറിയുക. അപ്പൊ കാണുന്നവരിലൊക്കെ ഉള്ളത് ഗുരുവായൂരപ്പനാണ്, മഹാദേവനാണ് നമുക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി. അത് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശിവപുരാണം കൊണ്ടെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. തീർച്ചയായിട്ടും സാധിക്കും. ഒരാൾക്കൊന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ കാര്യത്തിൽ പ്രായവും ലിംഗവും ഒന്നും ഭേദമേയല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭഗവാനോടുള്ള ആരാധന എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം ഭഗവാൻ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നതിന് കണക്കുണ്ടാവില്ല എന്നാ പറയാ. എത്ര നായനാർമാരുടെ എണ്ണ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ നായനാർമാരുടെ പ്രതിമ വെച്ചിട്ടുണ്ടാവും ഭഗവാന്റെ അമ്പലങ്ങളുടെ മുമ്പിൽ. 23 ആണെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, തെറ്റുണ്ടാവും. ഇതില് ഒരാള് മാത്രം ഈ 23 പേരിൽ കണക്കേക്കുള്ളൂ. ഇപ്പൊ തൽക്കാലം നമുക്കൊരു കൗണ്ട് എടുക്കാം. 23 23-ല് 22 പേരും നിൽക്കുന്ന രൂപത്തിൽ പ്രതിമ ഉണ്ടാവുക, എണീറ്റ് കഴിക്കും. ഒരാള് മാത്രം ഇരിക്കുകയായിരിക്കും. അതൊരു സ്ത്രീ ആട്ടോ. കാരക്കൽ അമ്മയാർ വിളിക്കും, ഔവയാർ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ജ്ഞാനപ്പഴം. ഭഗവാൻ ഒരിക്കൽ കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത്, അമ്മയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭഗവാൻ എണീറ്റ് നിന്നു. അപ്പൊ അമ്മ ചോദിച്ചത്ര, ഭഗവാൻ അങ്ങ് ഇതുവരെ ഈ നാട്ടിലേക്ക് പല ആൾക്കാരും വന്നിട്ടുണ്ട്, മഹാവിഷ്ണു വന്നിട്ടുണ്ട്, ഇതുവരെ ആരെയും അങ്ങ് എണീറ്റെന്ന് സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരാണ് ഈ എണീറ്റെന്ന് സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്ര, എന്റെ അമ്മ വരുന്നു. നോക്കുമ്പോ അവയാർ അവിടുന്ന് കയറി വരാത്ത. അതാണ് അമ്മയായിട്ടാണ് കണ്ടത് ഭഗവാൻ. പലർക്കും ഉള്ളൊരു മിസ്കൺസെപ്റ്റ് ആണ് ഈ ഗുരുവായൂരപ്പനെ മാത്രമേ ഉണ്ണിയായിട്ട് കാണുമ്പോൾ നമുക്ക് ദഹിക്കുള്ളൂ. മഹാദേവനെ എങ്ങനെ ഉണ്ണിയായിട്ട് കാണുന്ന ചോദിക്കുക. മഹാദേവനെ ഉണ്ണിയായിട്ട് കാണാം. മഹാദേവനെ നമ്മുടെ കാമുകനായിട്ടും ഭർത്താവായിട്ടും കാണാം. മഹാദേവനെ നമ്മുടെ അച്ഛനായിട്ട് കാണാം. അതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ശിവാന്ന് മഹാദേവാന്ന് വിളിക്കുന്ന ഏർപ്പാടേ അല്ല, അപ്പനെ എന്നാ വിളിക്കും. ഏറ്റവും വലിയൊരു ശിവഭക്തൻ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചിദംബരത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ ഏറ്റവും വലിയൊരു ശിവഭക്തന്റെ ഒരു കഥ. അദ്ദേഹം ആരാണെന്ന് നമുക്ക് അവസരം പറയാം. അദ്ദേഹം വലിയൊരു ചണ്ഡാള കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അതിര് കവിഞ്ഞ സത്യസന്ധത ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വ്യാപാരി അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലങ്ങളുടെ ജോലിയൊക്കെ ഏൽപ്പിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് ഭഗവാനെ ചിദംബരത്ത് പോയി കാണണം. എപ്പോഴുള്ള ആഗ്രഹം. കുട്ടിയാവുമ്പോഴേ ഉണ്ട്. അദ്ദേഹം താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചിദംബരത്ത് എത്താനും പറ്റും. വണ്ടിയൊന്നുമില്ല, നടന്നു പോയാൽ മതി. നടന്നു പോകുമ്പോഴാണ് 4 മണിക്കൂർ കിട്ടും. അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ എത്ര ദൂരം ആലോചിച്ചോ. അപ്പൊ അദ്ദേഹം ചെറുപ്പം മുതലേ ഇങ്ങനെ പൈസ കൂട്ടി വയ്ക്കാൻ തുടങ്ങി. ഇന്നല്ലെങ്കിൽ നാളെ പോവാലോ. ഇങ്ങനെ 10-25 വയസ്സായി, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഈ സത്യസന്ധതയൊക്കെ കൂടിയ സമയത്ത് ഇദ്ദേഹം ഈ യജമാനായിട്ടുള്ള പ്രഭുവിനോട് ചോദിച്ചു, എനിക്കൊന്ന് ഈ ചിദംബരത്ത് പോയിട്ട് ഭഗവാനെ കാണണമെന്ന് താല്പര്യമുണ്ട്, ഞാൻ പൊക്കോട്ടെ. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, അയ്യോ അത് വളരെ നല്ല കാര്യമല്ലേ, പൊക്കോളൂ എന്ന് പറയുമ്പോഴേക്കും ഭാര്യ പുറകത്ത് പിടിച്ച് വലിച്ചു എന്ന്. ഇവനെ പോലൊരു പണിക്കാരൻ, ഇവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന എന്താ ഉറപ്പ്? ഇവനെ പോലൊരു പണിക്കാരനെ എനിക്ക് കിട്ടും, ഇവനാണ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആള്, അതുകൊണ്ട് ഇവനോട് പോണ്ടെന്ന് പറ. വിട്ടില്ല. പാവ ഈ മനുഷ്യന്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും പൊക്കോട്ടെ. ഇതന്നെ അവസ്ഥ. ഒരു ദിവസം സഹി കെട്ടിട്ട് ഈ യജമാനൻ പറഞ്ഞത്രേ, അയാളെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. 300 ഏക്കർ പാടം, ഇവിടെ മൊത്തം ഉഴുത് വിത്തിറക്കി കൊയ്ത് മെതിച്ച് പറയളന്ന് അതിന്റെ കണക്ക് എന്നെ ബോധിപ്പിച്ചിട്ട് നീ പൊക്കോന്നാ പറഞ്ഞത്. എത്ര ഏക്കർ? അയാള് അതോടുകൂടി പറഞ്ഞത്ര, ഞാൻ ഇനി മേലെ ചോദിക്കില്ല, ചോദിച്ചതിന് ക്ഷമിക്കണം, എങ്ങാലും എന്നെ ഭഗവാൻ എന്നെ സഹായിക്കുന്നുണ്ടാവും എന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി അദ്ദേഹം അവിടെ പോയി ഉഴാൻ തുടങ്ങിയിരുന്നു. കലപ്പെടുത്ത് 300 ഏക്കർക്ക് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഉഴുന്ന എന്താവാനാണ്? ഏതോ ഒരു സമയത്ത് ഭക്ഷണം ഇല്ലാണ്ട് അദ്ദേഹം പാവം, അദ്ദേഹം ഈ ഉഴുന്നതിന്റെ ഇടയിൽ നോക്കൂ നമ്മുടെ അവസ്ഥ.
അദ്ദേഹം ഉഴുന്നതിന്റെ ഇടയിൽ ചില ആൾക്കാർ വണ്ടി നിർത്തിയിട്ട്, ഈ കാളവണ്ടിക്ക് നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് ഇയാളോട് ചോദിക്കത്രേ, ചിദംബരത്തേക്ക് പോണ വഴി ഇത് താനേ. അയാൾ ഇതുവരെ പോയില്ല, പക്ഷെ അയാൾക്ക് അറിയാം അതുകൂടെ പോവാന്ന്. അപ്പൊ അദ്ദേഹം പറയും, അതെ ഇന്ത വഴി താനെ പോണം, നിങ്ങൾ അങ്ങനെയാണോ പോണേ ആണെന്ന് പറയുമ്പോൾ അവരെ കടന്ന് നമസ്കരിക്കത്രേ, നിങ്ങളാണ് മഹാദേവൻ എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാളായി ഉഴുന്നത്. അപ്പൊ നമുക്കൊക്കെ ഒന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗുരുവായൂർ പോകണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ യാത്ര ഇല്ല എന്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക്. എനിക്കൊരു അമ്മ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചത്, വ്യാസം ഞാൻ ഡിസംബർ 12-ാം തീയതി ഗുരുവായൂർ പോകുന്നുണ്ട്. അപ്പൊ അതിന് അന്ന് പോകാനുള്ള യോഗയുള്ളൂ. ഞാൻ ആഴ്ചയ്ക്കാഴ്ച ഗുരുവായൂരപ്പനെ പോയി മുഖം കാണിച്ച് ഞാൻ വന്നിട്ടുണ്ട് ഭഗവാൻ എന്ന് പറയുന്നതിനേക്കാൾ ഗുരുവായൂരപ്പൻ കാത്തിരിക്കുന്ന ആ അമ്മയാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. അതാവണം ഭക്തി. ഇപ്പോഴേ ആലോചിക്കുക, ഡിസംബർ 12-ാം തീയതി എത്ര ദിവസം ഉണ്ട്. അതൊക്കെയാണ് കാത്തിരിപ്പ്. ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹം കടന്ന് ഉഴുത് ഏതോ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാണ്ട് വെയിൽ കൊണ്ട് തലകറങ്ങി വീണു. യജമാനം വന്നു നോക്കിയപ്പോൾ വയലിൽ ഇങ്ങനെ കിടക്കുക. ഇവനെ കൊണ്ടുള്ള ശല്യം കുറഞ്ഞിട്ടെന്ന് വിചാരിച്ചത്രേ. ബോധം കിട്ടിയിട്ടുണ്ടെന്ന് ഒരു കുഴപ്പമുണ്ടെന്നില്ല. രാത്രിക്ക് രാത്രി നന്ദികേശ സ്വാമിയും ഭഗവാന്റെ മുഴുവൻ ഭൂതഗണങ്ങളും വന്ന് 300 ഏക്കറും ഒറ്റ രാത്രി കൊണ്ട് ഉഴുത് അവിടെ നെല്ല് വിതച്ച് കൊയ്ത് പറയിൽ ആക്കി ഓലയിൽ കണക്ക് എഴുതി വെച്ചിട്ട് പോയി. ഒറ്റ രാത്രി കൊണ്ട്. യജമാനൻ പിറ്റേ ദിവസം വന്ന് നോക്കിയ സമയത്ത് പറയും കണക്കും ഒക്കെ റെഡിയാണ്. ഇയാള് ബോധം കെട്ടി കിടക്കുന്നുണ്ട്. മനസ്സിലായി, ഇയാൾ സാധാരണക്കാരനല്ല. അയാളെ അങ്ങോട്ട് നമസ്കരിച്ചത് പറഞ്ഞത്രേ, പൊക്കോ, ഇനി മേലാൽ എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഓടിയതാ. ഓടി ചിദംബരത്തിന്റെ അവിടെ എത്തി. അവിടെ ചെന്നപ്പോ കാല് ബ്രേക്ക് ഇട്ടു. കവാടം, അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോ കവാടല്ലേ ചോറ്റി മഹാദേവ ക്ഷേത്രം, അതേപോലെ ചിദംബര ക്ഷേത്രത്തിലുള്ള കവാടം കണ്ട സമയത്ത് ബ്രേക്ക് വിട്ടു. എന്തിന്? അദ്ദേഹത്തിന് സ്വയം ഉള്ളിൽ തോന്നിത്രേ, ചണ്ഡാളനാണല്ലോ, അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അടി കിട്ടുമല്ലോ. എത്ര കാലത്തെ കാത്തിരിപ്പാണെന്നുള്ള ആലോചിച്ചു. 40 വയസ്സായി മനുഷ്യന്. ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയതാ ചിദംബരത്ത് പോകണം എന്നുള്ളത്. ഇപ്പോഴോ അവിടെ എത്തിയ സമയത്ത് അകത്തേക്ക് കയറുന്നില്ല. പിന്നെയും 6 മാസം ഒരു കരിമ്പടം വാങ്ങിയിട്ട് തലയിൽ കൂടെ ഇട്ട് അതിന് മുമ്പിൽ ഇരുന്നു ഭിക്ഷ എടുത്തു തുടങ്ങി. പിന്നെയും കയറിയില്ല. 2 അടി വെച്ച കാണാം. പോയില്ല. ഭഗവാന്റെ മുഴുവൻ അർച്ചകന്മാർക്കും ഒറ്റ ദിവസം കൊണ്ട് രാത്രി സ്വപ്നം കാണിച്ചു എന്നാണ്. എന്റെ ഏറ്റവും വലിയൊരു ഭക്തൻ പുറത്ത് കവാടത്തിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്, അവനെ ആനയിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ കാണിച്ചു കൊടുക്കുന്നു. ഇവര് രാവിലെ പൂർണ്ണകുംഭമായിട്ട് വരുന്നുണ്ടപ്പോ ഇയാൾ ഓടിത്ര. എന്തിന്? തല്ലിക്കൊല്ലാൻ വരെന്ന് വിചാരിച്ചത്. ഓടിച്ചിട്ട് പിടിച്ചിട്ടാ കൊടുത്തത്. അങ്ങേ വരാൻ ഭഗവാൻ പറഞ്ഞു. അങ്ങനെ പോയി കണ്ട് ഭഗവാനെ കണ്ടപ്പോ അപ്പനെ വിളിച്ച് അകത്തേക്ക് കയറിപ്പോയി. നന്ദനാർ എന്ന് പറയും. ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത്. നിങ്ങളും പല ആളുകളും ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളിലുള്ള ശിവനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളിലുള്ള അമ്മയെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുള്ള ഗുരുവായൂരപ്പനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുള്ള മഹാഗണപതി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ആ തിരിച്ചറിവിലൂടെ വരുന്ന ഒരു തലമുറയ്ക്ക് വെളിച്ചം നൽകാൻ, ആ ഭഗവാന്റെ 3ാമത്തെ കണ്ണിലുള്ള ജ്ഞാനാഗ്നി പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. തീർച്ചയായിട്ടും അത് സാധിക്കുകയും ചെയ്യും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. എല്ലാത്തിനെയും അതിക്രമിച്ചു നിൽക്കുന്നവനാണ് ശിവൻ. ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, വേദമാണ്, അറിവാണ്. ആ ഭഗവാൻ തന്നെയാണ്. നോക്കൂ, ഇതാ ഇന്നലെയോ എന്നാ നിങ്ങൾ കേട്ടെ, മിനിഞ്ഞാന്നോ വൈദ്യനാഥൻ വിളിക്കും അല്ലെ, ഭഗവാനെ വൈദ്യനാഥാവതാ. എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും മാറ്റി കൊടുക്കുന്ന ഒരാൾ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഗുരുവായൂരപ്പന്റെയും ഈ മഹാദേവന്റെയും റിലേഷൻസ്. ഭഗവാനെ നമ്മൾ വിളിക്കുക വാതാലയേശൻ എന്നാ വിളിക്കുക അല്ലെ, ഗുരുവായൂരപ്പനെ. മഹാദേവൻ എന്താ വിളിക്കുക? വൈദ്യനാഥൻ എന്നാ വിളിക്കുക. ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പകുതി സിംഹവും പകുതി മനുഷ്യനുമായിട്ടുള്ള ഏറ്റവും ഭീമാകാരമായിട്ടുള്ള രൂപം സ്വീകരിച്ച് വന്ന ഒരാൾ ഇവിടെ. മറ്റൊരു കുട്ടിയെ രക്ഷിക്കാൻ കാലനെ കൊന്ന ഒരാള് അപ്പുറത്തെ ഭാഗത്ത്, മാർക്കണ്ഡേയനെ. ഒരാള് കാളകൂടം വന്ന സമയത്ത് അത് മുഴുവൻ കുടിച്ച് ലോകത്തെ രക്ഷിച്ചു. ഒരാള് മന്ദരപർവ്വതം താഴേക്ക് പോകുന്നു എന്ന് കണ്ട സമയത്ത് ഒരാമയായിട്ട് വന്നിട്ട് ലോകത്തെ രക്ഷിച്ചു. എല്ലാത്തിലും ഈ കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവായൂരപ്പന്റെയും മഹാദേവന്റെയും കാര്യം എടുത്തു പോയി കഴിഞ്ഞാൽ 2 അല്ല 1 ആണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഗുരുവായൂർ കുളത്തിന്റെ പേരെന്താ അറിയോ? ഗുരുവായൂരുള്ള കുളത്തിന്റെ പേരെന്താ? ഇപ്പൊ ഒരു ചേച്ചി വന്നിട്ട് റീൽസ് ഒക്കെ എടുത്തിട്ട് കാലൊക്കെ കഴുകിപ്പോയി. അത് വെറൊരു വെള്ളാണെന്ന് കരുതുന്നത്, അത് തീർത്ഥാണ്. എന്തിനാണ് അവിടെ പുണ്യാഹം നടത്തിയെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് വെള്ളമല്ല, അത് പുഴയല്ല, അത് തീർത്ഥാണ്. അതിന് പരിശുദ്ധിയുണ്ട്.
എന്താ തീർത്ഥത്തിന്റെ പേര്? രുദ്രതീർത്ഥം എന്നാണ് അതിനെ വിളിക്കുക കേട്ടോ. അമ്പലം ഗുരുവായൂരപ്പന്റെ, കുളത്തിന്റെ പേര് രുദ്രതീർത്ഥം. ചെല്ലു മമ്മിയൂർക്ക്, മമ്മിയൂരുണ്ട് കുളം. മമ്മിയൂരുള്ള കുളത്തിന്റെ പേരെന്താ? പത്മതീർത്ഥം. ആർക്കാണ് പത്മം പ്രാധാന്യം എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. എന്തിനാണ് നമ്മൾ ഈ ഭേദഭാവം വെച്ച് പുലർത്തുന്നത്? ഇനിയെങ്കിലും പണ്ടുണ്ടായിരുന്നു ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള അടിയൊക്കെ. ഇന്നും നമ്മളത് തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്ത് വിശ്വസിച്ച് നമ്മുടെ പുറകെ അണിനിരക്കും. തമിഴിൽ പ്രശസ്തമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ പൊന്നിയൻ സെൽവൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു കാർത്തി. ജയറാമിന്റെ കഥാപാത്രം, അദ്ദേഹം പരമ വൈഷ്ണവനാണ്. അദ്ദേഹം പറയുന്നത് ശിവനാണ് ഏറ്റവും ചെറിയ ദൈവം, വിഷ്ണുവാണ് വലുത്, വിഷ്ണുവാണ് വലുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേറൊരാൾ അപ്പുറത്തിരുന്നിട്ട് 3 ത്രിപുണ്ടൊക്കെ ധരിച്ച് ഭസ്മക്കുറിയൊക്കെ തൊട്ടിട്ട് ശിവനാണ് ഏറ്റവും വലുത്, വിഷ്ണുവാണ് ചെറുത്, വിഷ്ണുവാണ് ചെറുത് കൊണ്ട് അടികൂടുന്നുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം അടി കൂടുന്ന സമയത്ത് സൂര്യയുടെ കാര്യം കാർത്തി, കുട്ടികൾക്ക് അറിയാം, അദ്ദേഹം വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് ഈ സനാതന ധർമ്മത്തിന്റെ കാതൽ. എന്ത് കേട്ടാൾക്കാരുണ്ടോ? ഹരിയും ഹരനും ഉണ്ട്, അത് തെരിയാതവൻ വായിലെ മണ്ണ് എന്നാണ്. ഹരിയും ഹരനും ഉണ്ട്, അത് തെരിയാതവൻ വായിലെ മണ്ണ്. ശിവനും വിഷ്ണു ഒന്നാണ്, അത് മനസ്സിലാക്കാത്തവന്റെ വായിൽ മണ്ണാണ് എന്ന്. എപ്പോഴാ വായിൽ മണ്ണ് വെച്ചുക? അവസാനിപ്പിക്കുന്നു. ശിവനും വിഷ്ണുവും വേറെയാണെന്ന് കരുതുന്നവൻ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ശിവപുരാണം പ്രത്യക്ഷ ശിവനായിട്ട് കേൾക്കുമ്പോൾ, തൊട്ടടുത്ത് പ്രത്യക്ഷ കൃഷ്ണനായിട്ട് ഭാഗവതം കേൾക്കുമ്പോൾ, അതിന്റെ തൊട്ടടുത്ത് പ്രത്യക്ഷ പരാശക്തിയായിട്ട് ദേവി ഭാഗവതം കേൾക്കുമ്പോൾ, തൊട്ടടുത്ത് ഇനി ഉപപുരാണമായിട്ടുള്ള ഗണേശപുരാണം കേൾക്കുമ്പോൾ, ഇതൊക്കെ ഏകമാത്മകമായിട്ടുള്ള ബ്രഹ്മമാണ് എന്നുള്ള വലിയ അറിവിലേക്ക്, ആ ബ്രഹ്മത്തിന്റെ അംശം തന്നെയാണ് ഞാൻ എന്ന അറിവിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഭഗവാന്റെ ആ പ്രത്യക്ഷ സ്വരൂപം, നേരത്തെ പറഞ്ഞതുപോലെ ആ ജഡ ധരിച്ച് അതിനകത്ത് നിരവധിയായിട്ടുള്ള ഭഗവാൻ. നോക്കൂ, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഭഗവാന്റെ ദേഹത്ത് 9 സർപ്പങ്ങളുണ്ട് എന്നാ പറയുക മഹാദേവന്റെ. ഈ കഴുത്തിൽ കിടക്കുന്ന വാസുകി മാത്രമല്ല, 9 സർപ്പങ്ങളെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന നവനാരായണന്മാര്. പലപ്പോഴും എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. നോക്കൂ, ഗുരുവായൂരപ്പൻ ജനിച്ച തിഥി ഏതാ? നക്ഷത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാ? രോഹിണി. ജനിച്ച ഏത് തിഥിയില? വെറും രോഹിണിയാണോ? അഷ്ടമി. അഷ്ടമി ആർക്കാ പ്രാധാന്യം? കോട്ടയാണ്, വൈക്കുള്ള സ്ഥലമാണ്. അഷ്ടമി ആർക്കാ പ്രാധാന്യം? വൈക്കം, മഹാദേവൻ. ജനിക്കാൻ തെരഞ്ഞെടുത്തത് പോലും മഹാദേവന്റെ തിഥിയാത്ര ഗുരുവായൂരപ്പൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഭേദഭാവം കാണാതിരിക്കാനുള്ള എലമെന്റ്സ് ഇവരൊക്കെ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പാലും വെള്ളം കുടിച്ച് ശീലിച്ചതുകൊണ്ട് ഗുരുവായൂരപ്പനാണ് വലുത്, മഹാദേവനാണ് വലുത് എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അക്ഷരസ്വരൂപത്തിലിരിക്കുന്ന മഹാദേവനിരിക്കുന്ന ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള ഈ ഭൂമിയിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചെയ്യുന്നത് ഉപാസന തന്നെയാണ്. ഉപാസന അടുത്തിരിക്കുക എന്നതിന്റെ അർത്ഥം. ശരണ്യ പറയും, ഇത് അറിഞ്ഞുകൊണ്ടും നമുക്കത് ബോധ്യം വരുന്നില്ലെങ്കിലുള്ള പ്രശ്നം. ഇപ്പൊ ഗംഗയിൽ കുളിക്കുന്ന തവളയുടെ അവസ്ഥ എന്നാ പറയും. ഗംഗ പുണ്യസ്ഥലാണ്, നമുക്കറിയാം. നമ്മൾ പോയി മുങ്ങുമ്പോൾ നമുക്ക് പുണ്യം കിട്ടുന്നു, പാവം തീരുന്നു. എല്ലാ ദിവസവും തവള അതിന് ചാടുന്നുണ്ട്, തവളയ്ക്ക് അറിയണില്ലല്ലോ. നമ്മൾ പല ആളുകളും ആ മെന്റാലിറ്റിയിൽ അപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ ഭഗവാൻ ഉണ്ട്, ഗ്രന്ഥരൂപത്തിൽ അക്ഷരരൂപത്തിൽ ഉണ്ടായിട്ടും നമുക്ക് എന്റർടൈൻമെന്റ് മതി, നമുക്ക് മറ്റു തരത്തിലുള്ള സോ കോൾഡ് ആക്ടിവിറ്റീസ് മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ധർമ്മത്തെ നമ്മൾ എവിടെയാണ് കൊണ്ടുപോയി കെട്ടുന്നത്? ഞാൻ പറഞ്ഞു, ഈ ധർമ്മ സംരക്ഷണം ഭഗവാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഞാൻ അവതരിക്കും കാലാകാലങ്ങളിൽ, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അല്ലെ? നമ്മുടെ വിചാരം ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ദിവസം ഭഗവാൻ ഈ 4 കൈ കൊണ്ട് അവതരിച്ച് ഒരു കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാം തീരുന്നതാണ്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഭഗവാനോട്. നമ്മുടെ ധാർമ്മികമായിട്ടുള്ള പിന്തുണ ഗുരുവായൂരപ്പന് കൊടുക്കുക, മഹാദേവന് കൊടുക്കുക. എന്തിന്? ധർമ്മ സംരക്ഷണത്തിന്. ധർമ്മ സംരക്ഷണമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. കാരണം നമ്മളും ഭഗവാനും വേറെയല്ല, നമ്മളും ഓരോരോ അവതാരം തന്നെയാണ്. നമ്മൾ പറയാറില്ല ഇത് എന്ത് അവതാരമാണാവോ, അത് നല്ല ഉദ്ദേശത്തിൽ പറയാം. നമുക്കും ഒരു അവതാര ഉദ്ദേശം ഉണ്ട് ഈ ഭൂമിയിൽ. ഇവിടെ ആരും വെറുതെ വന്നവരില്ല.
നിങ്ങൾ ഈ മഹാദേവനോട്, ഗുരുവായൂരപ്പനോട്, അമ്മയോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദ എന്താണെന്നറിയോ? ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ഞാനൊക്കെ പറയും, ഇപ്പോൾ വ്യാസൻ എന്തായാലും വന്നതല്ലേ, എന്തെങ്കിലും 2 വാക്ക് സംസാരിച്ചാലോ പറയൂ, അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്ക്കില്ലേ, എനിക്കതിനുള്ള കഴിവൊന്നുമില്ലേ, എന്നെ കൊണ്ട് എനിക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ലേ, അതൊക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ പറയുന്ന ഓരോരുത്തരും ആത്യന്തികമായിട്ട് നിന്ദിക്കുന്നത് മഹാദേവനെയും ഭഗവതിയാണ്. നിന്റെ ഉള്ളിൽ ഇത്രയും ചൈതന്യത്തോടു കൂടി ഞാൻ അറിഞ്ഞിട്ട് നീ അത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്റെ തെറ്റ്. അത് കരുതിയിട്ട് നിനക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയുന്നത്. നമുക്കൊക്കെ കഴിവുണ്ട്, നമ്മളത് തിരിച്ചറിയാതെ പോയിരിക്കുക. രാമായണത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാൻ ഈ ഓരോരോ വാനരന്മാര് വന്നിട്ട് ഞാൻ 30 കാതം ചാടും, ഞാൻ 40 കാതം ചാടും, ഞാൻ 50 കാതം ചാടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാള് മാത്രം മാറിയിരുന്ന് താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരു രംഗമുണ്ട് രാമായണത്തിൽ. കേട്ടുണ്ടാവും അല്ലേ? അവിടെ വന്ന് ഒരു ആൾക്കുരങ്ങാണെന്നും കരടിയാണെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ജാംബവാൻ വന്ന് പറഞ്ഞു കൊടുക്കും പഴയ കഥ. നീ കുട്ടിയായിരിക്കുന്ന സമയത്ത് സൂര്യനെ ചാടി പിടിച്ച ആളാണ്, നിനക്ക് ഈ സമുദ്രമൊക്കെ പറയുന്നത് നിഷ്പ്രയാസം ചാടി കിടക്കാൻ സാധിക്കും. ഉള്ളിലുള്ള ശക്തിയെ ബോധ്യപ്പെടുത്തി കൊടുത്തു, നീ ആരാണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തു. ഞാൻ അമൃതയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭഗവാനെ കുറിച്ച് അനുസ്മരിച്ച സമയത്തും പറഞ്ഞിരുന്നു, ആ വന്ന ജാംബവാൻ എന്ന് പറയുന്നതാണ് ഗുരു. ഹനുമാനാണ് ആത്യന്തികമായിട്ട് നമ്മളൊക്കെ. നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്തെന്ന് നമുക്കറിയില്ല, നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ അത് ബോധ്യപ്പെടാൻ ഒരാൾ വരണം. ഇവിടെ ഇതാ അക്ഷര സ്വരൂപത്തിലും ആചാര്യന്റെ സ്വരൂപത്തിലും സാക്ഷാൽ മഹാദേവൻ തന്നെ ഇവിടെ പ്രത്യക്ഷനായിട്ടിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടുള്ളൂ? ഭഗവാൻ പറയുന്നത് കേൾക്കുക, കേൾക്കുക, അനുസരിക്കുക, ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുക. അല്ലേ? 9 തരം ഭക്തികളെ കുറിച്ച് പ്രഹ്ലാദൻ പറയുന്ന സമയത്ത് ഭാഗവതത്തില് പ്രശസ്തമായിട്ടുള്ള ശ്ലോകമാണ്, എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അതിൽ 1ാമത്തെ ഭക്തിയുടെ കോഴ്സായിട്ട് പറയുന്നത് ഏതാ? ശ്രവണമാണ്, കേൾക്കുക എന്നുള്ളതാണ്. എനിക്ക് വലിയ സന്തോഷമുള്ളത് ഇവിടെ എത്ര ആളുകൾ ഇപ്പൊ ശ്രവണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ശ്രവണത്തെ ജ്ഞാനമാക്കി ഭക്തിയാക്കി ഉയർത്തി മഹാദേവനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം പ്രത്യക്ഷത്തിലുള്ള ഭൂമിയാണ് ഇത് എന്ന് തിരിച്ചറിയാൻ ഇവിടെ വെറുതെ വന്നിരുന്നാൽ മാത്രം മതി. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെ കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയത് കാരണം തൊഴാൻ തോന്നിയിട്ട്. കാരണം അകത്ത് കയറി തൊഴാൻ പറ്റുമെങ്കിൽ ഇവിടെ വെറുതെ വന്ന് നിന്നാൽ മതി, വെറുതെ ഇരുന്നാൽ മതി. അപ്പോ ആ കിണറിന്റെ അടുത്തോ ആ പാലത്തിന്റെ അടുത്തോ എവിടെയെങ്കിലൊക്കെ പോയിരിക്കുക. ഇവിടെ മുഴുവൻ ഭഗവാന്റെ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ വെറുതെ വന്നാൽ ഇത്രയും പുണ്യാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേട്ടാൽ ആ കഥകളെ മനനം ചെയ്ത് അതിൽ നിന്ന് എടുക്കേണ്ട അംശത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര സാർത്ഥകമായിട്ട് തീരും. ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം എന്നൊക്കെ ഭഗവാനോട് വിളിക്കാൻ നമുക്ക് തോന്നില്ല പിന്നെ. കാരണം ഭഗവാനെ അങ്ങിരിക്കുന്ന സ്ഥലം തന്നെയാണ് ആത്യന്തികമായിട്ടുള്ള സ്വർഗമൊന്നുമല്ല, അതിനപ്പുറത്ത് ആത്യന്തികമായിട്ടുള്ള കൈലാസം. എവിടെയാണോ ഒരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ലാത്തത്, എവിടെയാണോ എല്ലാ സമയത്തും പരമമായിട്ടുള്ള അറിവ് പ്രകാശിക്കുന്നത്, എവിടെയാണോ നിത്യമായിട്ടുള്ള സമാധാനമുള്ളത്, ആ സ്ഥലമാണ് കൈലാസം. ഇവിടെയും ഒരു കൈലാസമാണ്. ഇവിടെ വന്നിരുന്ന് ഭഗവാനെ മനസ്സിലാക്കി വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ആരാണ് നീലകണ്ഠൻ, ആരാണ് വൈദ്യനാഥൻ, ആരാണ് മഹാദേവൻ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട്, പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട്, സാക്ഷാൽ മഹാദേവന്റെ ഈ ചൊറ്റിയിലിരിക്കുന്ന മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ. കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ട്. വേടനെ എനിക്കറിയില്ല, ഞങ്ങളുടെ വേടൻ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന കുട്ടികളെക്കാൾ എൻ്റെ സ്വാമി എൻ്റെയാണ്, എൻ്റെ മഹാദേവൻ എൻ്റെയാണ്, എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെയാണ് എന്നൊക്കെ പറയുന്ന കുട്ടികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഏതൊരു അനീതി കാണുമ്പോഴും ഭഗവാൻ വന്ന് അവതരിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഭഗവാന്റെ ശബ്ദം മുഴങ്ങുന്ന കുട്ടികളായിട്ട് മാറാൻ നമ്മുടെ വരുന്ന തലമുറയുള്ള കുട്ടികൾക്ക് സാധിക്കട്ടെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുതുല്യനായിട്ട് ഞാൻ കാണുന്ന ഭാഗവതാചാര്യനാണ് വെള്ളിനേഴി ഹരികൃഷ്ണൻ. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്.
അദ്ദേഹം ഭാഗവതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, വ്യാസൻ എനിക്ക് നരസിംഹാവതാരം ഇഷ്ടം. ഞാൻ ചോദിക്കും, എന്തിനാണ് ഹരിയേട്ട ഈ നരസിംഹാവതാരം ഇത്ര ഇഷ്ടമാണെന്ന് പറയണത്? അദ്ദേഹം കുറച്ചൊന്ന് ധാർമ്മിക വശത്തോടു കൂടി, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ. ഞാൻ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയധികം പ്രൊമോഷൻ ഓൾറെഡി ഉള്ള ആളാണ്. അദ്ദേഹം പറയുന്ന അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കും ഈ ഇണ്ണാമണിങ്ങന്മാരെന്ന് പറയും. ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അയ്യോ, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. ഈ പറയുന്ന യജ്ഞങ്ങളും സപ്താഹവും പുരാണവും ഒക്കെ ഈ കാറ്റഗറിക്കുള്ളവരാണെന്നാണ് വിചാരം പല ആൾക്കാർക്കും. ഒന്നിനും പറ്റാത്ത ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള ഒരു സ്ഥലം അല്ല. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് വേദിയിൽ പറയാറുണ്ട്, പ്രഹ്ലാദനെ പോലെ ധ്രുവനെ പോലെ സിംഹക്കുട്ടികളെ വാർത്തെടുക്കാനുള്ളതാണ് നമ്മുടെ ഓരോ ഗ്രന്ഥവും. സിംഹക്കുട്ടികളെ. അയ്യോ, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറയുന്നതല്ല. സിംഹം മുമ്പിൽ വന്ന് നിന്നപ്പോഴും ബ്രഹ്മാവ് പോലും പുറകിലേക്ക് നിന്നപ്പോഴും ഈ സിംഹത്തെ എനിക്ക് ഭയമില്ല, കാരണം ആത്യന്തികമായിട്ട് ആ സിംഹം ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞ പ്രഹ്ലാദൻ ഇരിക്കുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് പ്രഹ്ലാദനെ പോലെയും ധ്രുവനെ പോലെയും ഗോപികമാരെ പോലെയും രാധയെ പോലെയും രുക്മിണിയെ പോലെയും ആത്യന്തികമായിട്ട് ഗുരുവായൂരപ്പനെ പോലെയും മഹാദേവനെ പോലെയൊക്കെയുള്ള കുട്ടികൾ നമ്മുടെ ധർമ്മത്തിലുണ്ട്, ഇപ്പോഴുണ്ട്. നമ്മൾ അറിയാണ്ട് നമ്മുടെ ഗർഭപാത്രത്തിൽ വന്ന് ജനിച്ച നിരവധിയായിട്ടുള്ള അവതാര പുരുഷന്മാർ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ആ യാത്രയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റാർട്ടിങ് ആയിരിക്കും ചിലപ്പോൾ ഈ കോട്ടയത്ത് നിൽക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുള്ളത്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി പറയുന്നുണ്ടെങ്കിൽ ഈ കോട്ടയമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് തിരുനക്കര, ഇവിടെ സതീശൻ തിരുനക്കര എന്നിട്ടൊരു ഭാഗവത ആചാര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സപ്താഹം നടത്തും. ഞങ്ങളുടെ നാട്ടിൽ വന്ന് അദ്ദേഹം സപ്താഹം നടത്തുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. അപ്പൊ അദ്ദേഹം ഈ ഭാഗവതം പുസ്തകം കൊണ്ടുവരും. എങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ വെക്കുക, എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുക. അപ്പൊ ഞങ്ങൾ കുട്ടികൾ അന്ന് 3-4 വയസ്സ് 5 വയസ്സൊക്കെ പ്രായം, 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, സ്വാമി എന്തിനാണ് ഈ പുസ്തകം എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണത്? ഇത് താഴെ വീണ പൊട്ടു, ഇത് ബോംബാണോ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇത് വെറും ഒരു പുസ്തകമല്ല, ഇത് ഗുരുവായൂരപ്പനാണ്. അന്ന് കേട്ടപ്പോ മനസ്സിലായില്ല, പിന്നീട് എപ്പോഴോ കേട്ടു, ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. അപ്പൊ മനസ്സിലായി. അതിന്റെ ആദ്യത്തെ പാഠം കിട്ടിയത് ഈ കോട്ടയത്തുള്ള ഒരു ആചാര്യൻ വന്ന് ഞങ്ങൾക്ക് നടത്തുന്ന ഒരു സപ്താഹത്തിലാണ്. മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. ആ മാറ്റം ഈ യജ്ഞത്തിൽ കൂടുതൽ പ്രകടമാവട്ടെ. ഇത്രയും നാൾ നിങ്ങൾ നടത്തിയ യജ്ഞം കൊണ്ടാണല്ലോ ഈ ഒരു സദസ്സ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഞാനിവിടെ വരുന്നതുകൊണ്ട് ഇവിടെ ആരും വരാൻ പോകുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. നിരന്തരമായിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു ആധ്യാത്മിക സദസ്സ് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ. അതിൽ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഏതൊരു ക്ഷേത്രത്തിൻ്റെയും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക്, ക്രിയാത്മകമായിട്ടുള്ള വളർച്ചയ്ക്ക്, ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് അവിടെ നല്ലൊരു നേതൃസമിതി വേണം. ഇവിടെ അത് നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടോ, ഏതൊരു ക്ഷേത്രത്തിന്റെയും ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് നേതൃസമിതി മാത്രം പോരാ, അവിടെ ഒരു പറയൂ മാതൃസമിതി വേണം. ഇവിടെ അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ എല്ലാവരും എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അവര് നടത്തിക്കൊള്ളൂ അല്ല എന്നാണ്. ആ അമ്മമാരെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മത്തിന് ഗുരുവായൂരപ്പൻ മഹാദേവനും നിങ്ങൾക്ക് നല്ല സന്താനങ്ങളെയും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം നിങ്ങൾ ആത്യന്തികമായിട്ട് ചെയ്യുന്നത് ധർമ്മ സംസ്ഥാപനം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പുണ്യഭൂമിയിൽ വരാനും അല്പസമയം ഭഗവാനെ കുറിച്ച് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ഒരിക്കൽ കൂടി കിട്ടിയതിനെ അനുസ്മരിച്ചുകൊണ്ട് ഏതാണ്ട് ഊണ് കഴിക്കാനുള്ള സമയമായി. എനിക്കാണെങ്കിൽ 3 മണിക്കാണ് ട്രെയിൻ. ഇവിടെ തിരിച്ച് എറണാകുളത്തേക്ക് പോയാൽ വേണം. എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതൊക്കെ ഇപ്പം എന്താണ് കരുതുകയാണെങ്കിൽ അതൊക്കെ എൻ്റെ തെറ്റായിട്ട് ക്ഷമിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് കേട്ട സമയത്ത് ഇതിലെന്തോ അർത്ഥം ഉണ്ടല്ലോ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ശരി ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ അനുഗ്രഹമായിട്ട് അത് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു. തെറ്റുകളൊക്കെ എൻ്റെ ആയിട്ട് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ശരികളും ഗുരുവായൂരപ്പൻ്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു എളിയ പ്രഭാഷണം ശ്രീ മഹാദേവന്റെയും ഗുരുവായൂരപ്പന്റെയും തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. താങ്ക് യു സോ മച്ച്.